بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. റഹ്മത്തുള്ളാഹി ഫാറൂഖിയാണ്. അദ്ദേഹം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഭിനന്ദരായ ഖാസിമി സാഹിബ് അവറുകളെ, കാരണവന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം നമ്മോട് വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനിലൂടെ നമ്മൾ രാത്രികാലങ്ങളിൽ നീണ്ട നമസ്കാരങ്ങൾ നടത്തുകയും അതിലൂടെ അല്ലാഹുവിൻ്റെ മുമ്പിൽ നാം എല്ലാവരും അവൻ്റെ അടിമകളാണ് എന്ന് തെളിയിച്ചു. അവിടെ മകനും പിതാവും തമ്മിൽ വ്യത്യാസമില്ല, കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല, മുതലാളിയും തൊഴിലാളിയും തമ്മിൽ വ്യത്യാസമില്ല. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാവരും അടിമകളാണ്, ഞങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് എന്ന സാഹോദര്യ ബോധം നമസ്കാരത്തിലൂടെ നമ്മൾ തെളിയിക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ പകൽ സമയങ്ങളിൽ വ്രതാനുഷ്ഠാനം നടത്തുകയാണ്, നോമ്പനുഷ്ഠിക്കുകയാണ്. ആ നോമ്പിലൂടെ പാവപ്പെട്ടവൻ്റെ കട്ടപ്പാടും ബുദ്ധിമുട്ടും പട്ടിണിയും നമ്മൾ മനസ്സിലാക്കി. അത് ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായി നമ്മൾ സക്കാത്തായിട്ടും സ്വതക്കയായിട്ടും എമ്പാടും പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തു. ഇനി എന്തു ബാക്കിയുണ്ട്? നാം എന്തൊക്കെ നേടിയെടുത്തു? ഈ വർഷം പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹുവിൻ്റെ സ്വർഗപൂങ്കാവനം പ്രാപിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത, അവരെപ്പോഴും ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം, നിരാശ മുസൽമാൻ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും പ്രത്യാശയാണ്. എന്തു ബുദ്ധിമുട്ട് സംഭവിച്ചാലും, എന്തു കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചാലും, എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും പതറിപ്പോകാത്തവരാണ് മുസൽമാന്മാർ. അവർക്ക് ബേജാറില്ല, പ്രതീക്ഷയാണ്.
അള്ളാഹുവിൻ്റെ ദുനിയാവാണ്, ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കും, ഇൻഷാ അള്ളാഹ് നല്ല ഒരു നാളെ എനിക്കുണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് എന്തും സഹിക്കാൻ മുസൽമാന്മാരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ത്യാഗം സഹിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങളെ മറികടക്കാൻ ആർക്കും സാധിക്കൂല. എന്തു പ്രയാസമുണ്ടായാലും. നേരെ മറിച്ച് പല സമുദായക്കാരും ചെറിയ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു തുണ്ടം കയറിൽ തൂങ്ങി മരിക്കും. പരീക്ഷയിൽ ഒരു ലേശം മാർക്ക് കുറഞ്ഞാൽ കുട്ടികൾ തൂങ്ങി ആത്മഹത്യ ചെയ്യും. മുസൽമാന്മാരുടെ കൂട്ടത്തിൽ ആത്മഹത്യയുടെ നിരക്ക് വളരെ കുറവാണ്. അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് ദീനുൽ ഇസ്ലാം, ആരാണ് അള്ളാഹു, എന്താണ് പരലോകം എന്നൊന്നും അറിയാത്ത, പഠിപ്പിക്കാത്ത മനുഷ്യന്മാരായിരിക്കും അകപ്പെടുക. അടിസ്ഥാനപരമായി ദീനിന്റെ ബാലപാഠം പഠിച്ച ആൾക്കാർ അവരാരും തന്നെ പതറിപ്പോവുകയോ ബേജാറാവുകയോ മദ്യത്തിലോ മയക്കുമരുന്നിലോ അഭയം പ്രാപിക്കുകയോ ഒരു തുണ്ട കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുകയില്ല. അപ്പൊ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ത്യാഗസന്നദ്ധരാവാനുള്ള കഴിവാണ്. എന്തു പ്രയാസം വന്നാലും നേരിടാനുള്ള മനക്കരുത്ത്. വാസ്തവത്തിൽ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതും അത് തന്നെയാണ്. നമുക്കൊക്കെ ദാഹമുണ്ട്, നമുക്കൊക്കെ വിശപ്പുണ്ട്, നമ്മുടെ മനസ്സുകൾ നമ്മളോട് പലതും മന്ത്രിക്കുന്നുണ്ട്, നമ്മുടെ നാക്കുകൾ പലതും സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എല്ലാറ്റിനെയും നമ്മൾ പിടിച്ചു കെട്ടിയിടാണ്. സമ്പൂർണമായ സംയമനം എന്നാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, അതിനെയൊക്കെ നമ്മൾ പിടിച്ചു കെട്ടിയിടുകയാണ്. അതിലൂടെ ആത്മസംയമനം പാലിക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവാണ് നമ്മൾ നേടിയെടുക്കുന്നത്. വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത് ആശയാണ്. ആശയില്ലെങ്കിൽ ജീവിതമില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങളാണ്, ആശകളാണ്. നിരാശ നമ്മെ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഒരു മുസൽമാൻ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുവാൻ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ മറുവശം വരാൻ വേണ്ടി പോകുന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് തീരുമാനിക്കുന്നവരാണ് മുഅ്മിൻ, അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഭാവിയെ സംബന്ധിച്ച് വല്ലാത്ത പ്രതീക്ഷയായിരുന്നു. എന്തെല്ലാം സഹിച്ചു റസൂലുള്ളാഹ്. നീണ്ട 13 വർഷക്കാലം മക്ക ജീവിതം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹം ഇനി സഹിക്കാൻ ഒന്നും ബാക്കിയില്ല. കണ്ടവൻ്റെയൊക്കെ ആട്ടും തുപ്പും തെറിവിളിയും കല്ലേറുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ദഅവ രംഗത്തിറങ്ങിയിട്ട് 13 വർഷം കൊണ്ട് വിരലിൽ എണ്ണാവുന്ന അത്ര ആൾക്കാരാണ് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന് നിരാശയുണ്ടായില്ല. നമ്മളൊക്കെ ദഅവത്ത് കുറേ വർഷങ്ങൾ നടത്തിയിട്ട് ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ പുസ്തകം വലിച്ചെറിഞ്ഞ് നമ്മുടെ പാട്ടിന് പോകും. മതി, ഇവരൊന്നും നന്നാവില്ല. നിരാശ വന്നു. റസൂലുള്ളാഹിക്ക് നീണ്ട 13 വർഷക്കാലം ആരും തന്നെ ഉത്തരം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉത്തരം ചെയ്തവർ പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങൾ, അടിമകള്, സാധാരണക്കാർ, അവരാണ് ഉത്തരം ചെയ്തത്. എന്നിട്ടും 13 വർഷം കാത്തിരിക്കുകയാണ്, പ്രതീക്ഷ കൈവടിയാതെ. അവസാനം മക്ക മണ്ണ് ഇതിന് യോജിച്ച മണ്ണല്ല. അതുകൊണ്ട് തന്നെ ഹിജറ പോകണം, പലായനം ചെയ്യണം. മദീനത്തേക്ക് പലായനം ചെയ്യുകയും അവിടെ ചെന്നതിന് ശേഷമാണ് ഇസ്ലാമിന് വേരുകൾ ഉണ്ടാവുകയും ഈ ആദർശം വളരാനും പടരാനും പന്തലിക്കാനും പുഷ്പിക്കാനും തുടങ്ങിയത്. അത്രയും കാലം ക്ഷമയോടുകൂടി റസൂലുള്ളാഹി കാത്തിരുന്നു. എന്തെല്ലാം അത് തന്നെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
തൻ്റെ അനുചരന്മാർക്കും പകർന്നു കൊടുത്തത്. സ്വഹാബത്തിന് നിരാശ എന്ന് പറഞ്ഞ സംഗതിയല്ല, പ്രതീക്ഷ. ഇസ്ലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതമാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മക്ക മണ്ണിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട്, സ്വന്തം നാട്ടുകാർ ബഹിഷ്കരിച്ചത് കൊണ്ട് പട്ടിണി കിടന്ന് പച്ചില പറിച്ച് തിന്നുക. നമുക്കിപ്പോൾ ഇല തിന്നേണ്ട ഗതികേടില്ല. പട്ടിണി കിടന്നാൽ ഇലയും തിന്നും, അതിൻ്റെ അപ്പുറത്തുള്ള സാധനം തിന്നും. വിശപ്പെന്താണെന്നറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ വാരിയല്ലുകൾ പൊങ്ങിയ പാവപ്പെട്ട മനുഷ്യന്മാർ ഗത്യന്തരമില്ലാതെ അഭയാർത്ഥികളായിട്ട് അവരോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഹബസീനിയയിലേക്ക്. ആ ഹബസീനിയയിലേക്ക് പോകുന്ന സഹോദരങ്ങളെ വിളിച്ചും കൊണ്ട് റസൂലുള്ളാഹ് നിങ്ങൾക്കിനി രക്ഷയില്ല എന്നല്ല പറഞ്ഞത്, അവിടെയും ആശയുണ്ടാക്കി കൊടുക്കുക ചെയ്തത്, പ്രതീക്ഷയുണ്ടാക്കി കൊടുക്കുക ചെയ്തത്. പോകാൻ വേണ്ടി വരുന്ന സഹോദരങ്ങളെ വിളിച്ചും കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിക്കുകയാണ്. അൻതും തഖ്റുജൂന ഫി അമാകിനിൻ മുഖ്തലിഫ, നിങ്ങൾ പല പല സ്ഥലങ്ങളിലേക്കാണ് പിരിഞ്ഞു പോകുന്നത്. നമ്മൾ ഒന്നിച്ച് ഈ രാജ്യത്ത് ജീവിച്ചവരാണ്, ഒന്നിച്ച് കഴിഞ്ഞുകൂടിയവരാണ്, ഒന്നിച്ച് ഈ ആദർശം പ്രചരിപ്പിച്ചവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക. കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോകും, കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോകും, പല ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുക. ഇനി കണ്ടുമുട്ടാൻ കഴിയുകയില്ലേ എന്ന സംഗതി നിങ്ങളെ ദുഃഖിപ്പിക്കരുത്. ഇനി കാണാൻ കഴിയില്ലേ എന്നുള്ള ബേജാറ് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ പാടില്ല, നിങ്ങൾക്ക് നിരാശയുണ്ടാക്കാൻ പാടില്ല. ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ട. വഖദ് ജമഅകുമുല്ലാഹു ഫീ യൗമിൻ, അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. നിങ്ങൾ ധൈര്യത്തിൽ പോയിക്കോളി. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു ദിവസം അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഒരുപക്ഷേ ദുനിയാവിൽ വെച്ചായിരിക്കും, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ചായിരിക്കും. അവിടെ റസൂലുള്ളാഹ് ആശയാണ് കൊടുക്കുന്നത്, ത്യാഗം സഹിക്കുക. നിങ്ങൾ കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയവരാണ്, നിങ്ങൾ പട്ടിണി കിടന്നവരാണ്, ബഹിഷ്കരിക്കപ്പെട്ടവരാണ്, പച്ചില പറിച്ചു തിന്നവരാണ്, എല്ലുന്തിയവരാണ്. അവസാനം ഗതികെട്ട് നാട് വിട്ടു പോകുക. നിങ്ങൾ പല വഴിക്കാണ് പിരിഞ്ഞു പോകുന്നത്. ഇനി ഒരിക്കലും നമുക്ക് നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല എന്നോ, ഒരിക്കലും നമുക്കിനി പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല എന്നോ നിങ്ങൾ നിരാശപ്പെടരുത്. വഖദ് ജമഅകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ഇൻഷാ അല്ലാഹ്. ആ പോകുന്ന ആൾക്കാർക്ക് റസൂലുള്ളാഹി കൊടുക്കുന്നത് ആശയാണ്, പ്രതീക്ഷയാണ്, നിരാശയല്ല. അപ്പൊ എത്ര കഷ്ടപ്പെട്ടാലും പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഈ സമയത്തൊക്കെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണ, ക്ലാസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പരീക്ഷണ. നമുക്ക് ദാഹമുണ്ട്, വിശപ്പുണ്ട്, ഉറക്കുണ്ട്, ചിന്തകളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, ഒക്കെയുണ്ട്. സഹിക്കുക, നമ്മൾ സഹിക്കുകയാണ്, പിടിച്ചു നിൽക്കുക. അങ്ങനെ നമ്മൾ 10-27 നോമ്പ് പിടിച്ചു നിന്നിട്ട് അതിൻ്റെതായ ഒരു ഗുണം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. നമ്മൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഖബ്ബാബ് ഒരു പെരുങ്കൊല്ലനായിരുന്നു, കൊല്ലപ്പണിക്കാരൻ. കൊല്ലപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് വാളും കത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. അതേസമയം അദ്ദേഹം ഒരു അടിമയാണ്. സ്വന്തമായ അഭിപ്രായമില്ല, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അധികാരമില്ല. യജമാനന്മാർ ഉണ്ടാക്കി കൊടുത്ത ആലയിലിരുന്നും കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. 24 മണിക്കൂറും പണിയാ. 5 പൈസ കൂലി കിട്ടൂല. അതൊക്കെ യജമാനന്മാർ വാങ്ങിപ്പോകും. പാവം, മനുഷ്യനായി പോലും ഗണിക്കപ്പെടാത്ത ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തൻ്റെ ആലയിലിരുന്നും കൊണ്ട് ജനങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വാളുണ്ടാക്കുന്നുണ്ട്, കത്തിയുണ്ടാക്കുന്നുണ്ട്, അമ്പുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ വരുന്ന ആൾക്കാർ ഏതാണ്ട് എല്ലാവരും റസൂലുള്ളാഹിന്റെ ശത്രുക്കളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളാണ് വരുന്നത്. ആ ശത്രുക്കൾ റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നുണ്ട്, റസൂലുള്ളാഹിനെ കുറ്റം പറയുന്നുണ്ട്, കുത്തി പറയുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, തേജോവധം ചെയ്യുന്നുണ്ട്, വഷളാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം അവർ തന്നെ സമ്മതിക്കുന്ന ചില സത്യങ്ങൾ അവർ പറയുന്നുണ്ട്. മുഹമ്മദ് ഒരു മഹാൻ തന്നെയാണ്. അദ്ദേഹം ഉരുവിടുന്ന വചനങ്ങളിൽ ഒരു മാസ്മരികതയുണ്ട്. അഥവാ ഖുർആൻ ഓതുമ്പോൾ അതിലൊരു വശ്യതയുണ്ട്, മാസ്മരികതയുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ മനുഷ്യന്മാരുടെ കാതിൽ തട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ തന്നെയാണ് റസൂലുള്ളാഹിനെ കുറ്റം പറയുന്നതും നന്നാക്കി പറയുന്നതും. അവർ തന്നെയാണ് റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയുന്നതും ഇകഴ്ത്തി പറയുന്നതും. പല ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഖബ്ബാബ് എന്നവര് ഓരോ ദിവസവും കേൾക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ തന്നെ റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്നതും റസൂലുള്ളാഹിനെ ഇകഴ്ത്തുന്നതും. റസൂലുള്ള സംസാരിക്കുന്ന ചില വചനങ്ങളിലെ മാസ്മരികത, വശ്യത, അതിനെ സംബന്ധിച്ച് അവർ തന്നെ അത്ഭുതം കൂറുകയാണ്. അങ്ങനെ കുറെ കേട്ടപ്പോൾ ഖബ്ബാബിന് തോന്നി, എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. അപ്പൊ കാണാൻ പോയാൽ യജമാനന്മാർ എന്ത് ചെയ്യും? അവർ എന്തു ചെയ്താലും വേണ്ടില്ല, എനിക്കൊന്ന് കാണണം. അദ്ദേഹം യജമാനന്മാരുടെ സമ്മതം ചോദിക്കാതെ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. റസൂലുമായിട്ട് സംവദിക്കുകയാണ്. റസൂലുമായി ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ റസൂലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മഹാത്ഭുതം തോന്നുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇരുൾ മുറ്റിക്കിടന്ന ഇരുട്ടാണ് എൻ്റെ മനസ്സ് നിറയെ, അതിലേക്ക് പ്രകാശത്തിൻ്റെ ഒരു രശ്മി മെല്ലെ മെല്ലെ കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് മാസ്മരികതയാർന്ന വചനങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പ്രകാശപൂരിതമായി. വെളിച്ചം എൻ്റെ ഹൃദയം നിറയെ, ഇതുവരെ ഇരുട്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതനാണ്. അദ്ദേഹം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മുസ്ലിമായി, മുഅ്മിനായി. അപ്പോൾ വരാകാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. മുസ്ലിമായാൽ, മുഅ്മിനായാൽ എന്തൊക്കെ സഹിക്കേണ്ടി വരും എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടേയില്ല. അദ്ദേഹം വേറൊരു ലോകത്തെത്തി. തൗഹീദിന്റെ മഹാത്ഭുതമാണത്. തൗഹീദ് ഇങ്ങോട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തും. അതിൻ്റെ മധുരം ഭയങ്കരമാണ്. ഖുറാഫാത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും നമ്മുടെ മഹത്തായ ആദർശം മനസ്സിലാക്കി അതിലേക്ക് കടന്നു വന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്കൊന്നും തൗഹീദിന്റെ മധുരം അറിയില്ല, നിങ്ങൾ മുജാഹിദുകളായ വാപ്പന്മാരുടെ മുജാഹിദുകളായ മക്കളാ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ തനി ഷിർക്കിലും ഖുറാഫാത്തിലും അകപ്പെട്ട് ജീവിച്ച വാപ്പമാര്, അവരുടെ മക്കളായി വളർന്ന് ഇതെല്ലാം തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും സഹിച്ചും നിൽക്കുന്ന ഞങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സത്യം മനസ്സിലാകുമ്പോൾ, തൗഹീദിന്റെ വെളിച്ചം കിട്ടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട്, അനുഭൂതിയുണ്ട്, ആഹ്ലാദമുണ്ട്. അതെന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല എന്ന്. ഖബ്ബാബ് റളിയല്ലാഹു അതന്നെ ഉണ്ടായത്. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് അദ്ദേഹം പോകുന്നത് പോലെ തോന്നി. ശരിക്കും അങ്ങനെ ഉണ്ടാവുക. തൗഹീദ് അറിയാത്ത ആൾക്കാർ ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹം യാന്ത്രികമായി നടന്ന് തൻ്റെ ആലയിലേക്ക് പോവാം. പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനോട് മന്ത്രിക്കുകയാണ്, എത്ര നല്ല മനുഷ്യൻ, എന്തു നല്ല സംസ്കാരം, ഇത്ര നല്ല സംസാരം, അതിനെന്തൊരു വശ്യത, അദ്ദേഹം മഹാനാണ് എന്നൊക്കെ തനിയെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോയി യാന്ത്രികമായി അദ്ദേഹത്തിന് ആലയിലെത്തി. ആല എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ തിരിക്കുന്നൊരു സാധനമൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടാവുമല്ലോ പെരുങ്കൊല്ലന്മാർ, അല്ലെങ്കിൽ ഇട്ട് ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ആ കത്തിയൊക്കെ ഉണ്ടാക്കുക. അദ്ദേഹം മെല്ലെ മെല്ലെ നടന്ന് തൻ്റെ ആലയിലെത്തിയപ്പോൾ സഹോദരങ്ങളെ, അവിടെ കൂടിയ ആൾക്കാർ ക്ഷുഭിതരാ, അവർ ദേഷ്യം പിടിച്ചു നിൽക്കുക. റിപ്പയർ ചെയ്യാൻ കൊടുത്ത ഒരു സംഗതിയും റിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അവർ ദേഷ്യം പിടിച്ചുകൊണ്ട് ചോദിച്ചു, നീ എവിടെയായിരുന്നു ഖബ്ബാബ്? കുറെ നേരമായാലും ഞങ്ങൾ കാത്തിരിക്കുന്നു, നിനക്ക് എന്തായിരുന്നു പണി, നീ എവിടെയായിരുന്നു? ഹൽ അത്മംത സുയൂഫ് യാ ഖബ്ബാബ്, ഖബ്ബാബ് ഞങ്ങളുടെ വാളിന്റെ പണി നീ പൂർത്തിയാക്കിയോ? അവരതാ ചോദിക്കുന്നത്. ഖബ്ബാബ് എന്നവർ വേറെ ലോകത്താ. അദ്ദേഹത്തിന്റെ മറുപടി വേറെ ഒന്നാ. അദ്ദേഹം പറയാണ്, ഹൽ റഅയ്തുമു,
വഹൽ സമിഅ്തും കലാമഹു, നിങ്ങൾ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ചോദ്യം ഒന്ന്, ഉത്തരം വേറൊന്ന്. അദ്ദേഹം വേറെ ലോകത്തെത്തി. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഖബ്ബാബിന് എന്തോ തലക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അവർ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോ നീ കണ്ടിട്ടുണ്ടോ ഖബ്ബാബെ അയാളെ? ഞാൻ കണ്ടിട്ടുണ്ട്. നഅം അൽ ഹഖ്ഖു യതഫജ്ജറു മിൻ ജവാനിബിഹി വന്നൂറു യതലഅലഉ ബൈന സനായാഹു. അറബി സാഹിത്യാട്ടോ. നമ്മൾ മലയാളികൾ അറബി പഠിച്ചിട്ട് പിന്നെ അതിനെ മലയാളമാക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉഷാറ് പോകും. അതാണ് ഖുർആനൊക്കെ നേരം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഒരു തരം കിടിലം. ഇതൊരു അടിമയായ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അറബി സാഹിത്യമാണ്. നഅം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അൽ ഹഖ്ഖു യതഫജ്ജറു മിൻ ജവാനിബിഹി, അദ്ദേഹത്തിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിലൂടെയും യാഥാർത്ഥ്യം പൊട്ടി ഒഴുകുന്നത് ഞാൻ കണ്ടു. വന്നൂറു യതലഅലഉ ബൈന സനായാഹു, അദ്ദേഹത്തിന്റെ രണ്ട് പൽക്കോർവുകൾക്കിടയിലൂടെ പ്രകാശം പൊട്ടിവിടരുന്നതും ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ വായിലൂടെ വരുന്നതൊക്കെ തന്നെ പ്രകാശമാണ്, ഇരുട്ടല്ല. യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ പാർശ്വഭാഗങ്ങളിലൂടെ പൊട്ടി ഒഴുകുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇയാൾ കണ്ടത് മുഹമ്മദിനെയാണ് എന്ന്. നീ മുഹമ്മദിനെയാണോ കണ്ടത്? അജൽ, അതേ. റഅയ്തുഹു വസമിഅ്തുഹു, ഞാൻ അദ്ദേഹത്തിനെ കണ്ടും ചെയ്ത് കേട്ടും ചെയ്ത്. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം റസൂലാണ്. അദ്ദേഹത്തെ നമ്മിലേക്ക് എന്തിനാണ് അല്ലാഹു തആല പറഞ്ഞയച്ചത്? യുഖ്രിജനാ മിനൽ ളുലുമാതി ഇലൻ നൂർ, നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി, നമ്മെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചയച്ച പ്രവാചകനാണ് അദ്ദേഹം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതോടെ പിന്നെ എന്താണ് ഖബ്ബാബ് അങ്ങോട്ട് പറഞ്ഞത് എന്നും പിന്നെ എന്താണ് ഖബ്ബാബിനോട് ഇങ്ങോട്ട് പറഞ്ഞതെന്നും ഖബ്ബാബിന് ഓർമ്മല്ല. ആ വാക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം എന്താ ഒമാദ ഖീലലഹു, അദ്ദേഹത്തോട് ഇങ്ങോട്ട് എന്താ പറഞ്ഞത്, അദ്ദേഹം അങ്ങോട്ട് എന്താ പറഞ്ഞത് ഓർമ്മയില്ല. കൊടിയ പീഡനം. സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് ദണ്ടുകൾ മുഴുവൻ എടുത്തു കൊണ്ടുവന്ന് ഓലോക്കിലിട്ട് പഴുപ്പിച്ച് ചെമന്ന നിറമാക്കിയിട്ട് അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പൊള്ളിക്കുക. ദേഹമാസകലം പച്ചയിറച്ചി കത്തിക്കുക. എന്താ പറയുന്നത്? നീ ഒരിക്കലെങ്കിലും ലാത്തനെ വിളിച്ച് സഹായം തേടിയാൽ മതി, ലാത്തനോട് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ലാത്തേ കാക്കണേ, ഉസ്സേ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇല്ല, പറയൂല. അല്ലാഹു അഹദ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വേവിച്ചു, കാൽപാദങ്ങൾക്കടിയിൽ വരെ പൊള്ളിച്ചു. എന്നിട്ടോ അദ്ദേഹം ആദർശത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി. ഏറിപ്പോയാൽ കൊല്ലല്ലോ ഉള്ളു എന്നെ, എന്നാലും ആദർശത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള അഭിമാനം എനിക്കുണ്ടാവുമല്ലോ. നമ്മളൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് പേടിച്ച് സൈഡാവും. ഇനിയിപ്പോൾ കുൽമാലിനൊന്നും ആവില്ല, പ്രശ്നത്തിനൊന്നും ആവില്ല. നമുക്ക് നേരിടാൻ കഴിയുന്നില്ല, കോൺഫിഡൻസ് ഇല്ല. അള്ളാഹുവിന്റെ ദീനാകുന്ന ഹക്കിൽ ഉറച്ചങ്ങട്ട് നിന്ന് അള്ളാഹിന്റെ സഹായം ഉണ്ടാകും നമ്മൾ മനസ്സിൽ വേണം. അത് പോകുന്നത് ഈമാന്റെ കുറവാണ്. റസൂലുള്ളാഹി എന്തൊക്കെ പറഞ്ഞവര് അവസാനം റസൂലുള്ളാഹിയാകുന്ന യാഥാർത്ഥ്യം മദീനത്തിൽ നിന്ന് പൊട്ടിവിടരല്ലേ, ജനമനസ്സുകളിലേക്ക് ഇങ്ങനെ ചെന്നെത്തുകയല്ലേ അത്. അപ്പൊ എന്തിനൊരു പ്രയാസം ഉണ്ടാകും? ഖബ്ബാബിനറിയാം. അദ്ദേഹം പറയാണ്, എൻ്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി അടുപ്പുണ്ടാക്കി ആ അടുപ്പിൽ കൊണ്ടുപോയി എന്നെ കിടത്തിയിട്ട് അടിയിൽ തീ മൂട്ടി. തീ കത്തൂർ ജീവനുള്ള മനുഷ്യനെ ചുടുക. അദ്ദേഹം പറയാം, ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല. എൻ്റെ മുതുകിൽ നിന്ന് ഉരുകിയൊലിച്ച ഒരു തരം ദ്രാവകമാണ് അടിയിലെ തീ കെടുത്തിയത്. പിൽക്കാലത്ത് പാവം കുപ്പായം പൊക്കി കാണിച്ചു കൊടുക്കുക തൻ്റെ പുറഭാഗം, മുതുക് തൊട്ടു നോക്കുമ്പോൾ കരിമ്പാറ പോലെ. എന്താ? തൊലിയും മാംസവും കൂടി കത്തിക്കരിഞ്ഞതാ. അദ്ദേഹം ആലയിൽ നിന്ന് കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി ശരീരം മുഴുവൻ പൊള്ളി ചീർത്ത്
വീർത്ത് നീര് വന്ന് നടക്കാൻ വരെ പാവത്തിന് വയ്യ. അദ്ദേഹം വേച്ചു റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എന്തിനാ? കംപ്ലൈന്റ് പറയാനല്ല. നമ്മളൊക്കെ പറയും സലഫി ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഇടങ്ങേറും നമുക്കായി, അല്ലെ മുസ്ലിം ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായി എന്ന് നമുക്ക് തോന്നല്. അദ്ദേഹത്തിന് തോന്നിയിട്ടേ ഇല്ല. അദ്ദേഹം റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് നടന്നു വന്നിട്ട്, ഇത് കണ്ടില്ലേ നിങ്ങൾ, അങ്ങൊന്നും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. പ്രതികാരം ചെയ്യുന്നില്ലേ, ഞങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടാക്കുക, നിങ്ങളെ കാണാനില്ല എന്നുള്ള കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഖബ്ബാബിന് കൊടുത്തത് സമാശ്വാസത്തിന്റെ വചനമാണ്, പ്രതീക്ഷയുടെ വചനമാണ്. ക്ഷമിക്കൂ ഖബ്ബാബ്, നമുക്കൊരു ദിവസം വരാൻ വേണ്ടി പോകുന്നുണ്ട്. യമനിലെ സൊൻആയിൽ നിന്ന് ഹളറമൗത്ത് വരെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയല്ലാതെ, കൂടെ ആട്ടിൻകുട്ടികളുണ്ടെങ്കിൽ ചെന്നായയുമല്ലാതെ മറ്റാരെയും പേടിക്കാതെ യമനിലെ സൊൻആയിൽ നിന്ന് ഒറ്റക്ക് ഹളറമൗത്ത് വരെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു നാളെ നമുക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ക്ഷമിക്കൂ, സഹിക്കൂ, കാത്തിരിക്കൂ. ശുഭപ്രതീക്ഷയാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഒരിക്കലും ഇസ്ലാം നിരാശ കൊടുക്കുന്നില്ല. ആ വേച്ച് വരുന്ന പാവം മനുഷ്യരുടെ റസൂലുള്ളാഹി പറയാണ്, കാത്തിരിക്കൂ, ക്ഷമിക്കൂ ഖബ്ബാബ്, ഒരു ദിവസം വരാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ തന്നെയാ ജീവിതം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന് ശേഷമാണ് എളുപ്പം. നിങ്ങൾ കാത്തിരിക്കൂ. ആത്മവീര്യം അതിൻ്റെ നല്ല എന്ന് പറഞ്ഞാലോ, വല്ലേശം വെള്ളം കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, നമ്മളോട് നിൽക്കുക. അങ്ങനെ പറഞ്ഞോ അവന് നമ്മൾ പിടിച്ച് കെട്ടിയിട്ടേക്കുക, വിഷം കെട്ടിയിട്ടു, സൂയ, കുരുട്ട്, കിബിറ്, ക്ഷണി നമ്മൾ കെട്ടിയിട്ടു. സഹിക്കാൻ പഠിക്കണം. നോമ്പ്, സഹനശീലം. മനസ്സ് പലതും മന്ത്രിക്കും, അതിനൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല. പീഡനങ്ങൾ ഉണ്ടാവും. ഒരു വന്നികളെ ഇവരെയൊന്നും കണ്ട് അവരൊക്കെ വെള്ളപ്പാച്ചായി മഴയൊഴുകും. മഴവെള്ളം കാണാനിൽ പൊങ്ങിക്കിടക്കുന്ന കൊണ്ടാണ് ആ വെള്ളം ഒഴുകിപ്പോ കണ്ട ഇതിന്റെ മതയും ഇങ്ങനെ തോന്നിപ്പോകും. അത് തന്നെ തീയിലിട്ടുകൊണ്ട് ത്തിക്കുന്നതായ ചില ലോഹങ്ങളുണ്ട്. ആഭരണമുണ്ടാക്കാൻ വേണ്ടി തട്ടാന്മാര് തീയിലിട്ട് ഉരുക്കുന്ന ലോഹങ്ങള്. ഔ മതായിൻ, അല്ലെങ്കിൽ മറ്റു വല്ലതും ഉണ്ടാക്കാൻ വേണ്ടി കൊല്ലപ്പണിക്കാർ തീയിലിട്ടിട്ട് ഉരുക്കുന്ന വസ്തുക്കൾ അതിലുമുണ്ട്. സബദുലഹു, അതുപോലെയും പതയും അല്ലാഹ് പറയാണ്. ഒന്ന് മലവെള്ളപ്പാച്ചിലെയും പതയുണ്ട്, മറ്റൊന്ന് ഇരുമ്പുരുക്കുമ്പോൾ പൊന്നുരുക്കുമ്പോൾ അതിൽ നിന്നും നൊരയും പതയും വരും. പൊന്നെ കാണൂല, അതിന് മാത്രം നൊരയും ഇങ്ങനെ പൊങ്ങി വരും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്രകാരം അല്ലാഹു തആല ഹഖ്നെയും ബാത്തിനെയും നിങ്ങൾക്ക് ഉദാഹരിച്ച് കാണിച്ചു തരാം. സത്യത്തെയും അസത്യത്തെയും അല്ലാഹു തആല നിങ്ങൾക്ക് ഉദാഹരണ സഹിതം കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എന്താ? ഇതിനൊക്കെ മുകളിൽ പൊങ്ങിക്കണ്ടതായ നുരയും പതയും അതൊക്കെ പൊട്ടി തീരും. അതിന് എത്ര ആയുസ്സുണ്ടെന്നൊരു കണക്കുണ്ട്. മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇളകുന്ന നുരയും പതയും, അതിന് എത്ര ആയുസ്സുണ്ടെന്നൊരു കണക്കുണ്ട്. ആ നുരയും പതയും കുമിളകളാണ്, അത് പൊട്ടി തീർന്നു പോകും. എന്നാൽ അമ്മാമ യംഫഉന്നാസ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തു അഥവാ സ്വർണം അല്ലെങ്കിൽ വെള്ളം, ഫയംകുസു ഫിൽ അർള്, അത് ഭൂമിയിൽ തങ്ങി നിൽക്കും. വെള്ളം പൊട്ടിപ്പോകില്ല, വെള്ളം ഭൂമി അങ്ങനെ കുടിച്ചിട്ട് ഭൂമിന്റെ അടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക. എത്ര നുരയും പതയും പുറത്തേക്ക് വന്നാലും സ്വർണം എത്ര ഉരുക്കിയാലും സ്വർണ്ണമായിട്ട് അവിടെ ഉണ്ടാവും. അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള വസ്തുവാണ്. അത് ജാടയല്ല, പൊങ്ങച്ചമല്ല, അത് കിബറല്ല, അതൊക്കെ പൊട്ടിപ്പോകും. ഇതവർ ബാക്കിയാകും. കദാലിക യദ്രിബുല്ലാഹുൽ അംസാല, അപ്രകാരം അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഈ കാണുന്ന ഖുറൈശി കൂട്ടം വമ്പൻ ശക്തികളാ. അവർ നിങ്ങളെ പെട്ടെന്ന് വന്ന്
ആക്രമിച്ച് തകർത്ത് കളയും എന്ന് നിങ്ങൾ പേടിക്കണ്ട. അവർ കാണിക്കുന്ന അവരുടെ കായികാഭ്യാസങ്ങൾ, ആയുധബലം, സാമ്പത്തികം, ഇതൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകണ്ട. അതൊക്കെ കുമിളകളാണ്, അതൊക്കെ പൊട്ടി പൊട്ടി തീർന്നു പോകും. എന്നാൽ ഹഖ് ഇവിടെ ബാക്കിയാകും. അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഹഖാണ്, ഇവരുടെ ശിർക്കാണ്, ബാത്തിലാണ്. ഹഖ് നിലനിൽക്കും, മറ്റേത് പൊടിഞ്ഞു പോകും. അതിനാൽ ലില്ലദീന സ്തജാബൂ ലിറബ്ബിഹിം ലുഹ്സന, ലില്ലദീന ഒരു കൂട്ടർക്കുണ്ട്. ആരാണ് ആ കൂട്ടർ സഹോദരങ്ങളെ? സ്തജാബൂ ലിറബ്ബിഹിം, റബ്ബിന് ഉത്തരം കൊടുത്തതായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതിന് ശരിയാവണ്ണം ഉത്തരം കൊടുത്തതായ ആൾക്കാർക്കുണ്ട്. എന്തുണ്ട്? അൽ ഹുസ്ന, തക്കതായ പ്രതിഫലമുണ്ട്, ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. അള്ളാഹു ഒരു കാര്യം ഖുർആനിലൂടെ അങ്ങോട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലും പറഞ്ഞു. അതിങ്ങോട്ട് മുറുകെ പിടിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും മുന്തിയ പ്രതിഫലമുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ എന്നോട് വിളിച്ച് തേടുക, ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുത്തനോടും ഞാൻ തേടൂല. അങ്ങനെ ഉത്തരം കൊടുക്കുന്ന ആൾക്കാര് ഒരിക്കലും എൻ്റെ വിശ്വാസത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. ആ നിലക്ക് സഹോദരങ്ങളെ, കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആൾക്കാർ ആരാണോ അവർക്ക് അല്ലാഹു തആല ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കും. എന്നാൽ വല്ലദീന ലം യസ്തജീബു ലഹു, അള്ളാഹിന്റെ കൽപ്പനക്ക് ഉത്തരം കൊടുക്കാത്ത ആൾക്കാർ, ലൗ അന്ന മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു, ഭൂമിയിലുള്ളത് മുഴുവൻ അവരുടെ കയ്യിലുണ്ട്, ഭൂമിയിലുള്ള എല്ലാം അവരുടെ കയ്യിലുണ്ട്. മിസ്ലഹു, അത്രയും കൂടി ഉണ്ട് എന്ന് വെച്ചോ പരലോകത്ത്. ഭൂമിയിൽ നിന്ന് വിലമതിക്കാൻ പറ്റാത്ത ഒറ്റമുത്തുകൾ വരെയുണ്ട് ഈ ദുനിയാവിൽ. മുത്തിന്റെ വില നിശ്ചയിക്കാൻ കഴിയാത്ത മുത്തുകളുണ്ട്. അപ്പൊ ഈ ദുനിയാവും അതിലുള്ളതൊക്കെയും അത്രയും കൂടെ വേറെയും അവരുടെ കയ്യിലുണ്ട് എന്നിരിക്കുക. ലഫ്തദൗ ബിഹി, അവരതൊക്കെ പ്രായശ്ചിത്തമായിട്ട് കൊടുക്കും. എൻ്റെ തെറ്റൊന്ന് ഏറ്റെടുക്കുക സഹോദര, ഈ ദുനിയാവും മുഴുവൻ തരാ, അത്രയും കൂടെ വേറെയും തരാ, നീ എൻ്റെ കുറ്റങ്ങളൊന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അത് മുഴുവൻ കൊടുക്കാൻ അവർ സന്നദ്ധരാകും. പക്ഷേ അവർക്ക് എന്താ കിട്ടുക? ഹുസ്ന അല്ല കിട്ടുക. ഉലൈക ലഹും സൂഉൽ ഹിസാബ്, വളരെ മോശപ്പെട്ട ഹിസാബായിരിക്കും അവർക്ക് കിട്ടുക. ഹിസാബ് രണ്ട് തരണ്ട്. ഒന്ന് ഹിസാബൻ യസീറ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചോദ്യം. ആ ചോദ്യം ജനങ്ങളാരും അറിയില്ല, അള്ളാഹുവും ആ ആളും അറിയുള്ളൂ. ആ നിലക്ക് ചെറിയ നിലക്കുള്ള ചോദ്യം ചെയ്യില്ല. അല്ലാത്തതോ ജനകോടികളുടെ മുമ്പിൽ ഇവനെ വലിച്ച് കീറി പോസ്റ്റ്മോർട്ടം നടത്തി വഷളാക്കിയിട്ട്, ദുനിയാവിൽ മനുഷ്യന്മാരെ വഷളാക്കുന്ന ആൾക്കാരെ അവിടെ പരസ്യ വിചാരണ കൊടുക്കുക. അപ്പൊ സൂഉൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ മോശപ്പെട്ട വിചാരണ. ആ വിചാരണ കഴിഞ്ഞാൽ തീർന്നോ സഹോദരങ്ങളെ? ഇല്ല. വമഅവാഹും ജഹന്നം, അവരുടെ മടക്കസ്ഥാനം നരകമാണ് കേട്ടോ. അള്ള ഒരു കാര്യം പറഞ്ഞാൽ ഉത്തരം കൊണ്ട് കൊടുക്കുക. പിന്നെ ഞൊണ്ടിഞ്ഞായ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കിയാൽ നരകാണ് കിട്ടുക. വബീസൽ മിഹാദ്, സഹോദരങ്ങളെ ആ മടക്കസ്ഥാനം എത്ര ചീത്തയാണ്. അപ്പൊ ഖുർആനിൽ ഒരു സംഗതി കണ്ടാൽ, ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കാണിച്ചു തന്നാൽ അവിടെ നിൽക്കണം, അവിടെ നിൽക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അതിന് ഉത്തരം കൊടുക്കുക. അതിന് ഉത്തരം കൊടുക്കാതെ നമ്മൾ പിന്നെ ഇങ്ങനെ കളിച്ചാൽ കിട്ടാൻ പോകുന്നത് നരകമാണ്. സഹോദരങ്ങളെ, സത്യവും അസത്യവുമായുള്ള ഏറ്റുമുട്ടൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ചിലപ്പോൾ അസത്യത്തിന്റെ ആൾക്കാരായിരിക്കും ഒരുപാട് നമ്മുടെ മുമ്പിൽ കാണാം. അപ്പൊ കോൺഫിഡൻസ് പോകാൻ പാടില്ല, നിരാശ വരാൻ പാടില്ല. എല്ലാവരും ഇപ്പോ അങ്ങനെ, ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? എല്ലാവരും അങ്ങനെ, നമ്മളും അങ്ങനെ ആകാം. എല്ലാവരും അങ്ങനെ, നമ്മൾ ഒറ്റക്ക് പോരാടണം. അല്ലാതെ ഭൂരിപക്ഷം നോക്കിയിട്ടല്ല സ്വർഗത്തേക്ക് നിശ്ചയിക്കുക വോട്ട് ചെയ്താണ്ട്, അതൊന്നുമല്ല സഹോദരങ്ങളെ. അപ്പൊ നിരാശപ്പെടാൻ പാടില്ല. അല്ല പറയാണ്, ഹഖും ബാത്തിലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ ബൽ നഖ്ദിഫു ബിൽ ഹഖി അലൽ ബാത്തിൽ, നമ്മള് ഹഖ് എടുത്തിട്ട് ബാത്തിലിനെ അടിക്കും. ഹഖോണ്ട് ബാത്തിലിനെ ഞാൻ അടിക്കും അല്ല പറയാ. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണത്? അതോടുകൂടി യദ്മഉഹു, അതൊക്കെ തകർന്ന് തരിപ്പണാകും. ബാത്തിൽ ഇങ്ങനെ ആദ്യം വലിയ ഉഷാറിൽ വരും. ബാത്തിൽ കണ്ട ഹക്കിന്റെ ആൾക്കാർ പേടിച്ചു. പക്ഷെ അള്ള എപ്പോ ഹക്കെടുത്ത് ബാത്തിലിനെ അടിക്കണോ അത് തകർന്ന് തരിപ്പണമാകും. ഫൈദാ ഹുവ സായിഖുൻ, അത് നാമാവശേഷമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. മുസ്ലിം ഉമ്മത്തെ എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചത്. ദുനിയാവിൽ നമ്മെ പേടിപ്പിക്കാനും നിരാശപ്പെടുത്താനും
പിന്നോട്ട് വലിക്കാനും ശിർക്കിലേക്ക് കൊണ്ടുപോകാനും കുഫറിലേക്ക് തിരിച്ചുകൊണ്ട് പോകാനും വേണ്ടിയിട്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ പല ശക്തികളും രംഗത്ത് വരും. എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മൾ പിന്നെ എന്താ ചെയ്യുക, അതിൽ കൂടിക്കൊടുക്കാന്ന്. ഇമ്മഅത്താകരുത്, കൂടെ കൂടികളാകരുത്. നിലപാടെടുത്ത് ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി നിങ്ങൾ മാറണം. ഒരിക്കലും പേടിക്കണ്ട. അള്ളാഹ് എപ്പോ ഹക്കെടുത്ത് ബാത്തിലിനെ അടിക്കണോ, ആ ബാത്തിൽ എത്ര ശക്തന്റെ കയ്യിലാണെങ്കിലും ആ ബാത്തിൽ തകർന്ന് തരിപ്പണമാകും. പരിശുദ്ധ ഖുർആൻ പ്രതീക്ഷ തരാ നമുക്ക്. നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ അള്ളാഹു നമുക്ക് പ്രതീക്ഷ തരാ. ആരാ സഹോദരങ്ങളെ മക്കത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? പട്ടിണിപ്പാവങ്ങളാ കടന്നു വന്നത്. അതുപോലെ തന്നെ അടിമകള്. വലിയ തറവാട്ടുകാരാണോ വന്നത്? അല്ല, അത് വളരെ കുറച്ച് ആൾക്കാർ. വലിയ തറവാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ ആർക്കും ധൈര്യം വരില്ല. പാവങ്ങളായതുകൊണ്ടല്ലേ കൊടിയ പീഡനം മർദ്ദനം സഹിക്കേണ്ടി വന്നത്. ആ ആൾക്കാരെ വിളിച്ചുകൊണ്ട് എന്താ കൊടുക്കുന്നത്? പേടിക്കണ്ട, അള്ളാഹ് ഹക്കനെടുത്ത് ബാത്തിലിനെ അടിക്കുമ്പോൾ തകർന്ന് തരിപ്പണമാകും. അതുവരെ നിങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക. എപ്പോഴും മുസൽമാന്റെ കൈമുതൽ പ്രതീക്ഷയാണ്. പ്രതിസന്ധിയെ അതിജയിച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. അല്ലാഹു തആല പറയും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ, ചില സംഗതികൾ കൊണ്ട്. നമുക്കൊക്കെ വന്നിട്ടുണ്ടാകും. എന്താണ് ആ കാര്യങ്ങൾ? മിനൽ ഖൗഫി, ഒന്നുകിൽ പേടി, ഭയങ്കര പേടി കൊടുക്കും. ഒരു കലാപുണ്ടായാൽ മതി, ഇവിടെ ഒരു വിപ്ലവം ഉണ്ടായാൽ മതി, പുറത്തിറങ്ങാൻ കഴിയില്ല, കാണുപോലെ മുഴുവൻ കൊല്ലുകയാണെന്ന് കേട്ടാൽ പിന്നെ ആകെ വളരെയധികം ചെറുതായതായിട്ട് നമുക്ക് തോന്നും. ഭൂമി ഇടുങ്ങിയതായിട്ട് തോന്നും. എവിടേക്കാ പോകേണ്ടത് നമുക്കറിയില്ല. ആ ഒരവസ്ഥ വരാൻ വലിയ പണിയൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ പേടി, അല്ലെങ്കിൽ പകർച്ചവ്യാധി, ഭൂകമ്പം, പ്രളയം, ഉരുൾപൊട്ടൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിപ്പിക്കുന്ന സംഗതികൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. എന്തിനാ? നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പേടിച്ച് മാളത്തിൽ പൊക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ പട്ടിണി കൊണ്ട്. ഇപ്പോൾ പട്ടിണി എന്തായിരിക്കുമല്ലേ, നമ്മളൊക്കെ ഉപ്പാപ്പാന്റെ കാലത്തൊക്കെ പട്ടിണി കിടന്ന് പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്നില്ലായിരുന്നു. താളും തവരയൊക്കെ തിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇഷ്ടംപോലെ തിന്നാനുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാൽ പട്ടിണി തന്നും കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നഖ്സിമിനൽ അംവാലി വൽ അൻഫുസി, ധനം കുറക്കുക. വലിയ കച്ചവടക്കാരനായി മംഗലാപുരം ടൗണിൽ അടിച്ചു പൊളിച്ച് നടന്ന കച്ചവടക്കാരെ പെട്ടെന്ന് പൊളിഞ്ഞ് പാപ്പരായിട്ട് ഒരു 10 രൂപയുടെ ഒരു ചായ എടുക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് താഴോട്ട് വന്നുകൊണ്ട് പരീക്ഷിക്കും. അങ്ങനെയൊക്കെ പരീക്ഷിക്കും. അവിടെ നിങ്ങൾ പേടിക്കാൻ പാടില്ല, ഒരിക്കലും പേടിക്കരുത്. ഭയം കൊണ്ട് പരീക്ഷിച്ചാലും വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചാലും വനഖ്സിമിനൽ അംവാലി, ധനം ചുരുക്കിക്കൊണ്ട് പരീക്ഷിച്ചാലും വൽ അൻഫുസ്, ആൾനാശം. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോവുക, മക്കളൊക്കെ മരിച്ചു പോവുക, അഞ്ചന്മാർ മരിച്ചു പോവുക, ചേട്ടന്മാർ മരിച്ചു പോവുക, മാതാപിതാക്കൾ മരിച്ചു പോവുക. ഇങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചു തീരുക, അതും ഒരു പരീക്ഷണമാണ്. അങ്ങനെയും പരീക്ഷിക്കും. അല്ലാഹു തആല പറയാണ് വസമറാത്തി, പഴവർഗ്ഗങ്ങൾ കൊണ്ടും പരീക്ഷിക്കും. എന്താ പഴവർഗ്ഗങ്ങൾ കൊണ്ട് എങ്ങനെയാ പരീക്ഷിക്കുക? കൃഷി ചെയ്താലും ഒന്നും ഉണ്ടാവില്ല. കൃഷി ചെയ്തിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ല, പിന്നെ എന്താ തിന്നുക? അങ്ങനെയും പരീക്ഷിക്കും. അവിടെ നിരാശപ്പെടുന്നവർ, നഷ്ടകാരികൾ. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്ന ആൾക്കാർക്ക് സന്തോഷ വാർത്ത. അവിടെ ഒന്നും പതറിപ്പോകരുത്. പട്ടിണി കിടന്നാലും വിശപ്പ് അനുഭവിച്ചാലും ദുരിതമുണ്ടായാലും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാലും നഫ്സുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നാലും പകർച്ചവ്യാധി വന്നാലും കൃഷി നശിച്ചു പോയാലും ക്ഷമിക്കുന്നവനാരാണ്? അവനാണ് സന്തോഷ വാർത്ത. നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രത്യാശ വേണം. പെട്ടെന്ന് പതറിപ്പോകും ചില ആൾക്കാർ, ഈമാന്റെ കുറവാണത്. അല്ലാത്തവനെ കുലുങ്ങൂല, ഒരു പേടിയുണ്ടാവില്ല. ആ നിന്ന നിപ്പിലവിടെ നിൽക്കും. അത് കണ്ടാൽ മറ്റവരുടെ മനസ്സിനൊരു പടക്കൽ വരും. റസൂലുള്ളാഹിനെ ആരും കൊന്നിട്ടില്ല, ഒന്നിനും നോവിച്ചിട്ടില്ല റസൂലുള്ള. പക്ഷെ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ആൾക്കാർ വെറുതെ വിറക്കുക. ആ ഈമാന്റെ ശക്തിയാണത്. അതന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇത് ദുനിയാവാണ്, പല പരീക്ഷണങ്ങളും ഉണ്ടാകും.
അത് തരണം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അവിടെ ഒന്നും പതറിപ്പോകുന്നവൻ മുസൽമാനല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് അലിഫ് ലാം മീം അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചുവോ? മനസ്സിലായോ? അതാ ചോദിക്കാം. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസു, ജനങ്ങൾ വിചാരിച്ചുവോ? അൻ യുത്രകു, അവനെ വെറുതെ വിടുന്നു. എന്താ പേര്? അഹമ്മദ്. എന്താ പേര്? അഷ്റഫ്. എന്നാ പോയിക്കോ സ്വർഗത്തേക്ക്. അങ്ങനെ അല്ലാഹു തആല വെറുതെ ഇങ്ങനെ പേര് ചോദിച്ച് സ്വർഗത്തിലേക്ക് വിടുന്നാ വിചാരിച്ചത്? അൻ യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്ന് നാവുകൊണ്ട് പറഞ്ഞു. വിശ്വസിച്ചിട്ടുണ്ട്, ആ പോയിക്കോട്ടെ സ്വർഗത്തിലേക്ക് എന്ന് അള്ളാഹ് പറഞ്ഞയക്കുന്ന വിചാരിച്ചത്? മണ്ടന്മാരെ. വഹും ലാ യുഫ്തനൂൻ, അവരുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് ശരിയാവണ്ണം പരീക്ഷിക്കപ്പെടാതെ അള്ളാഹ് പരീക്ഷിച്ചങ്ങോട്ട് അറിയും നമ്മുടെ ഈമാൻ എത്ര ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഈമാൻ എത്രയുണ്ട് എന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാതെ അള്ളാഹ് ഒരുത്തിനെ സ്വർഗത്തേക്കാണ്ട് വിടൂല. മുസൽമാനാണെന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് മുസൽമാനാവൂല. ഇസ്ലാമിന്റെ വേഷം ധരിച്ചത് കൊണ്ട് മുസൽമാനാവൂല. മുസൽമാന്റെ നാമം സ്വീകരിച്ചതുകൊണ്ട് മുസൽമാനാവൂല. ഇസ്ലാമിന്റെ അടയാളം സ്വീകരിച്ചുകൊണ്ട് ഒരാളെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂല. അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തും. അവിടെ ജയിക്കണം. അതാണ് ഖബ്ബാബ് ജയിച്ചത്. അവിടെയാണ് ബിലാൽ ജയിച്ചത്. ബിലാലിനൊക്കെ പരീക്ഷണം എന്താ? അദ്ദേഹത്തിന്റെ ഈമാന്റെ ശക്തി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സഹോദരങ്ങളെ, അദ്ദേഹം ഒരു മനുഷ്യനായി അദ്ദേഹത്തിന് ഗണിച്ചിട്ടില്ല. നീഗ്രോ അടിമയാണ്. ചുരുണ്ട് കിടക്കുന്ന മുടി, മുന്തിരിക്കൊല പോലെ അദ്ദേഹത്തിന്റെ മുടി. അതുപോലെ തന്നെ തടിച്ച ചുണ്ട്, കുഴിഞ്ഞ കണ്ണ്, കാക്കയുടെ നിറം, കാക്കക്കറുപ്പ്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ചോദിക്കാനും പറയാനും അവകാശമല്ല അദ്ദേഹത്തിന്. സ്വാതന്ത്ര്യമില്ല. ചങ്ങലയിൽ കെട്ടിയിട്ടില്ല. രാത്രി പകല് പണിയും. അദ്ദേഹം റസൂലുള്ളാഹിയെ സംബന്ധിച്ച് കേട്ടപ്പോൾ ഒന്നറിയണം എന്ന് മോഹിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ പോയി ദീനുൽ ഇസ്ലാം വിശ്വസിച്ചു. ആരെയും പേടിച്ചില്ല. തൗഹീദൊക്കെ പഠിക്കുക, അതാ റസൂൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കല്. ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മുൻഗണനാക്രമം അത് ആദ്യം തൗഹീദാ പഠിപ്പിക്കല്. ആദ്യം ഈമാനാ ശരിയാക്കല്. അത് ശരിയാക്കാതെ നമ്മൾ എന്ത് വേഷം ധരിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം വിശ്വാസം ശരിയാക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ മുൻഗണനാക്രമം. അതാണ് റസൂലുള്ളാഹിന്റെ റസൂലിനെ മുആദ് എന്നവരെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ റസൂലുള്ള കൊടുത്തത്. നിങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ ആരാന്നറിയോ നിങ്ങൾക്ക്? ഇല്ല. അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാ. എല്ലാ വൃത്തികളും അവർ ചെയ്യും. അതിനെതിരെയല്ല നിങ്ങൾ പോരാട്ടം നടത്തേണ്ടത്, ദഅവത്ത് നടത്തേണ്ടത്. ഒന്നാമതായി പഠിപ്പിക്കേണ്ടത് ഇബാദത്തുല്ലാഹി വഹദ, ആരാധന അള്ളാഹ്ക്ക് മാത്രം അവിടുന്ന് തുടങ്ങണം. അതവർ അംഗീകരിച്ചാലോ റസൂലെ? അംഗീകരിച്ചാൽ കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയ നമസ്കാരം. ഓരോ മുസൽമാനും ഓരോ ദിവസവും നിർബന്ധമായിട്ടും 5 നേരത്തെ നമസ്കാരമുണ്ട്. ആ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാൻ അവരെ പഠിപ്പിക്കണം. അതും സമ്മതിച്ചാലോ റസൂലെ? പണക്കാരന്റെ സ്വത്തിൽ പാവപ്പെട്ടവന്റെ അവകാശമുണ്ട്. അതിന്റെ പേരാണ് സക്കാത്ത്. അത് പണക്കാരന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് പണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണം. ഇങ്ങനെ അതിൻ്റെ സ്ഥാനമനുസരിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക ഇസ്ലാം. അപ്പൊ ഏറ്റവും പരമപ്രധാനമായതിനെ മാറ്റി വെച്ചിട്ട് അവസാനത്തത് തുടങ്ങുക എന്നുള്ളത് ദഅവത്തിന്റെ മുൻഗണനാക്രമത്തിന് എതിരാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാക്കാതെ അയാൾ ധർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? അയാൾ നമസ്കരിച്ചിട്ട് എന്താ കാര്യം? അഅ്മാലു സ്വാലിഹാത്തുകൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈമാൻ പറയാതെ. മൻ ആമന എന്ന് ആദ്യം പറഞ്ഞു. ഈമാൻ വല്ലവനും ശരിയാക്കി വിശ്വസിച്ചു, എന്നിട്ട് വഅമില അമലൻ സ്വാലിഹൻ. ഈമാൻ ശരിയാക്കാതെ എന്ത് കാട്ടിക്കൂട്ടിയിട്ട് കാര്യം നൊരയും പതയുമാണത്, പൊട്ടിത്തീരും. ഇവിടെ ഈമാനങ്ങ് ശരിയാക്കണം. പിന്നെ ഓൻ ആരും പേടിയില്ല. ദുനിയാവ് മുഴുവൻ അവന്റെ എതിരിൽ വന്നാലും പോകാൻ പറയും. കാരണം അത് ഭൂമിയിൽ തങ്ങി നിൽക്കും. അല്ലാത്തത് വെറും കുമിളകളാണ്. കുറെ പതച്ച് നൊരച്ച് പൊട്ടിപ്പോകും. ഈ വിശ്വാസം നമുക്ക് വേണ്ടത്. അതായിരുന്നു ബിലാലിന്റെ വിശ്വാസം. അദ്ദേഹം വിശ്വസിച്ച് വന്നപ്പോൾ സഹോദരങ്ങളെ, ആരോട് ചോദിച്ചിട്ടാണ് നീ വിശ്വസിച്ചത്? ഞാൻ ആരോടും ചോദിച്ചിട്ടല്ല, എനിക്കത് ശരിയെന്ന് തോന്നിയിട്ടാണ്.
യജമാനന്മാർ കൊണ്ടുപോയി ചാട്ടവാറുകൾ കൊണ്ട് എത്ര അടിയാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആ പാവത്തെ അടിച്ചത്. ഓരോ അടി അടിക്കുമ്പോഴും എന്താ പറഞ്ഞത്? ബിലാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ലാത്തേ കാക്കണേ, ഉസ്സേ രക്ഷിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാളാ. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, അള്ളാഹോട് മാത്രമേ ഞാൻ മറിഞ്ഞ രൂപത്തിൽ സഹായം തേടുള്ളൂ. ഉറച്ചവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. ആദർശനിഷ്ഠ, അതിൽ ലേശം കളങ്കം വന്നാൽ പോയി മാർക്ക്. അന്ന് മുഴുവൻ അടിയാ, ഒരടിയല്ല 1000 തവണ ചാട്ടവാറുകൾ കൊണ്ട്. അവസാനം അവർക്ക് മടുത്തു സഹോദരങ്ങളെ. പിറ്റേ ദിവസം വീണ്ടും കൊണ്ടുവന്നു. മരുഭൂമിയിൽ നഗ്നനാക്കി മലർക്ക കിടത്തിയിട്ട് വലിയ കരിമ്പാറ ഉരുട്ടിമറിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറ്റി വെച്ചു. ആ ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാണ് ദുഷ്ടന്മാർ, ശത്രുക്കള്. അദ്ദേഹത്തിന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി, നുരയും പതയും വായിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങി. മരണം മുമ്പിൽ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ബിലാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ലാത്തേ വിളിച്ച് തേടിക്കള. ഇല്ല, അല്ലാഹു അഹദ് അഹദ്, അവൻ ഒരുവൻ ഏകൻ. എന്റെ പ്രാർത്ഥന, എന്റെ ആരാധന, എന്റെ മറഞ്ഞ രൂപത്തിലുള്ള സഹായതേട്ടം, എന്റെ നേർച്ച, എന്റെ ബലികർമ്മം, എന്റെ സുജൂദ് എല്ലാം അവനു മാത്രം. കൊന്നോളൂ. അല്ലാഹ് പരീക്ഷിക്കുക. അലിഫ് ലാം മീം ഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അള്ളാന്റെ ചോദ്യം പരീക്ഷിച്ച് തന്നെ അറിയണം ഈമാൻ. ഈമാന് നിറല്ല, ഈമാന് മണല്ല. എത്ര ഉണ്ട് ഒരാളുടെ മനസ്സിൽ നോക്കാൻ ഒരു യന്ത്രവുമില്ല. അല്ലാഹു തആല മനുഷ്യ മനസ്സുകളിൽ നിശ്ചിത തൂക്കത്തിൽ നിശ്ചിത അളവിൽ നിക്ഷേപിച്ച വസ്തു അത് എത്ര ഉണ്ടെന്ന് ആർക്കും അറിയില്ല, അള്ളാഹ്ക്കല്ലാതെ. പിന്നെ അവനും അറിയും. ഇപ്പൊ എൻ്റെ ഈമാൻ എത്ര ഉണ്ടെന്ന് എനിക്കറിയാലോ, ഞാൻ എത്ര വലിയ കള്ളനാണെന്ന് എനിക്കറിയാലോ, എല്ലാവരെക്കാളും അല്ലേ? അപ്പൊ അവനവന് കുറെ അറിയാം, പിന്നെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അല്ലാത്തവരൊക്കെ നമ്മുടെ ആകാര ഭംഗി നോക്കും. എന്തോരം മുത്തഖിയായ മനുഷ്യല്ലേ, എന്തേ എവിടുന്ന് തഖ്വ കണ്ടത്? അല്ല, അദ്ദേഹത്തിന്റെ ആകാര ഭംഗി നോക്കിയിട്ട് നല്ലൊരു മുത്തഖിയാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നടക്കുന്നത്. അള്ളാന്റെ കോടതിയിലെത്തുമ്പോഴേ ശരിക്കും ഹക്ക് മനസ്സിലാവുള്ളൂ. ദഅവത്തൊക്കെ മുൻഗണനാക്രമം തെറ്റിച്ചുകൊണ്ടുള്ള ദഅവത്ത് അവിടെ പോയി മാർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് അറിയാത്തൊരു മനുഷ്യനോട് ഇങ്ങനെ നിസ്കരിക്കണം കേട്ടോ, നോമ്പ് എടുക്കണം കേട്ടോ, സക്കാത്ത്, എന്താ കാര്യം? ഇത് ശരിയായെങ്കിൽ ബാക്കിയൊക്കെ ശരി, ഇത് തെറ്റിയാലോ ബാക്കിയൊക്കെ തെറ്റ്. പിറ്റേ ദിവസം വീണ്ടും ബിലാൽ എന്നവരെ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ടോ അദ്ദേഹത്തെ നഗ്നനാക്കി അങ്കി ധരിപ്പിക്കുക. അങ്കി എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ അങ്കി, യുദ്ധം ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രം പോലത്തെ ഒരു സാധനമാണത്. വെയിലത്തിരുത്തുക, ചൂടായിട്ട് ഇങ്ങോട്ട് പഴുക്കുകയാണ്, അങ്കി പഴുക്കുകയാണ്. അദ്ദേഹത്തിന്റെ രോമം കരിയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തെ തൊലിയൊക്കെ കത്തിക്കരിഞ്ഞ് മണക്കാൻ തുടങ്ങി. അപ്പൊ ഇവർ ചിരിക്കുക. ബിലാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചാളാ. ലാ അല്ലാഹു അഹദ് അഹദ്. അല്ലാഹ് പറയാം, ഞാൻ പരീക്ഷിച്ച് എന്നെ മനസ്സിലാക്കും നിങ്ങളുടെ ഈമാനെന്ന്. നിങ്ങളുടെ കുപ്പായം തുണി നോക്കിയിട്ടല്ല ഞാനിത് തീരുമാനിക്കുന്നത്, ഞാൻ പരീക്ഷിച്ച് എന്നെ മനസ്സിലാക്കും. വലഖദ് ഫത്തന്നൽ ദിന മിൻ ഖബ്ലി, അവർക്ക് മുമ്പുള്ള ആൾക്കാരെ അല്ലാഹ് പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷിച്ച് എന്നെ മനസ്സിലാക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ തന്നുകൊണ്ട്. സഹോദരങ്ങളെ, എന്നിട്ടോ പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊണ്ടുവന്ന് കൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയിട്ട് തമ്മാടി പിള്ളേരെ വിളിച്ചും കൊണ്ട്, ഇവനെ നിങ്ങൾ വലിച്ചും കൊണ്ട് പോകണം, മുള്ളുകളിലൂടെ വലിക്കണം, മലമടക്കുകളിലൂടെ വലിക്കണം, പാറക്കെട്ടിലൂടെ വലിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ തോലൊക്കെ പോലെ പോയിക്കോട്ടെ, അദ്ദേഹം മരിക്കൂലേ, മരിച്ചോട്ടെ, നിങ്ങൾക്കെന്താ? പക്ഷെ ഒരു കാര്യം, ലാത്തേ ഉസ്സേന്ന് എപ്പോ വിളിക്കണേ അപ്പൊ നിർത്തണം. മക്കൾ വലിച്ചു കൊണ്ടുപോവുക. ഇടക്കിടക്ക് അവർ ചോദിക്കും, ബിലാൽ ഒരു പ്രാവശ്യം ലാത്തേ കാക്കണെന്ന് ഒന്ന് പറഞ്ഞാ, ഉസ്സേ രക്ഷിക്കണെന്ന് ഒന്ന് പറഞ്ഞാളാ, പിന്നെ പറയണ്ട. ഇല്ല മക്കളെ, ഇല്ല. അല്ലാഹു അഹദ് അഹദ്. ആദർശനിഷ്ഠ. അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണ്. ഇവിടെ ഞാൻ തോറ്റുപോകാൻ പാടില്ല, ഇവിടെ ഞാൻ പതറിപ്പോകാൻ പാടില്ല, ഇവിടെ ഞാൻ ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. ഞാൻ എങ്ങാനും ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ എൻ്റെ പുറകെ ഒരുപാട് ആൾക്കാർ ആദർശത്തിൽ തെറ്റിപ്പോകാൻ അത് കാരണമാകും. പിടിച്ചു നിന്നു. അങ്ങനെ അദ്ദേഹം മരണം മുമ്പിൽ കാണുക. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൂടെ വരുന്നത്. അദ്ദേഹം ആരാ? തറവാടികളിൽ തറവാടിയാ, സവർണരിൽ സവർണനാ, പണക്കാരിൽ പണക്കാരനാ.
അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ ആൾക്കാർക്ക് പേടിയാ. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല. ഇയാൾ എന്തു തെറ്റാ നിങ്ങളോട് ചെയ്തത്? റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ ചെയ്യുന്നത്? എന്തു തെറ്റാ ഇയാൾ ചെയ്തത്? ഞങ്ങളുടെ അടിമയല്ലേ അബൂബക്കരെ, ഞങ്ങളുടെ അടിമയെ ഞങ്ങൾ കൊന്നാ നിനക്കെന്താ? അപ്പൊ നിങ്ങളുടെ അടിമയാണ് എന്നുള്ള അഹങ്കാരമാണല്ലേ? അതെ, എങ്കിൽ വിൽക്കുന്നു, എന്തു വേണം? പറഞ്ഞ സംഖ്യ എണ്ണിക്കൊടുത്ത് ആ മനുഷ്യനെ വാങ്ങി മോചിപ്പിച്ചു. ആ മോചിപ്പിക്കുന്നവരെ അള്ളാഹുവിൻ്റെ പരീക്ഷണം, അള്ളാഹ് പരീക്ഷിക്കന്നെ ചെയ്യും എൻ്റെ ഈമാനെ. ആ പരീക്ഷണമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ കുഫ്ർ ഉച്ചരിക്കുകയില്ല, ഞാൻ ശിർക്കിലേക്ക് വഴുതി പോവുകയില്ല. ആദർശനിഷ്ഠയുള്ള തൗഹീദിൽ അടിയുറച്ച ഒരു അടിമ ബിലാൽ റളിയല്ലാഹു അൻഹു. എന്താ മനസ്സിലാക്കി? ഈ ഈമാനല്ലേ നമ്മളെ നയിക്കുന്നത്, അല്ലാതെ കാട്ടിക്കൂട്ടലുകൾ അല്ലല്ലോ, ജാടയല്ലല്ലോ. ഇവിടേക്കല്ലേ അള്ളാഹ് നോക്കുന്നത്. അള്ളാഹ്ക്കറിയാം മനസ്സിലെന്താ മറച്ചു വെക്കണത്, അള്ളാഹ്ക്കറിയാം. വ്യക്തി പൂജ ഇസ്ലാമിലില്ലല്ലോ, ഉണ്ടോ? തഖ്ലീദ് ഇസ്ലാമിലില്ലല്ലോ. ഏതെങ്കിലും ഒരാളാണ് തങ്ങളാക്കുക, എല്ലാവരും കൂടി അയാളെ മുരീദായിട്ട് ഇങ്ങനെ പോവുക, ആ പരിപാടി ഒന്നും ഇസ്ലാമിലില്ല. അവനവൻ ചെയ്തത് അവനവനുണ്ടാകും. വലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ, ഓരോരുത്തരും ചെയ്തത് ഓരോരുത്തർക്കും ഉണ്ടാവും. നല്ലതാണെങ്കിൽ നല്ലത്, കെട്ടതാണെങ്കിൽ കെട്ടത്. അതല്ലാതെ ഇന്നാളൊപ്പാണ് പോയാൽ അയാളെ കൂടെ മെല്ലെ ചുളിവിൽ അങ്ങോട്ട് കയറിപ്പോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരമണ്ടനാ. അവനവന് വേണ്ടി പണിയെടുക്കേണ്ട ലോകം അവിടെ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കേണ്ട സ്ഥലം. ഇവിടെ വിത്ത് വിതക്കണം, ഇത് നാളെ അവിടെ പോയിട്ട് കൊയ്തെടുക്കുക. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മലായിക്കത്തീങ്ങള് അവരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതെടുത്ത് നോക്കിയാൽ ഒന്നൊക്കെ പുല്ല് വില മുസൽമാന് മുഅ്മിന്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ബശീരി സ്വാബിരീൻ എന്ന് പറഞ്ഞിട്ട് പറയാ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, അവരൊരു കൂട്ടം ആൾക്കാരാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടം ആൾക്കാരാണ്. പ്രത്യേകത എന്താ? ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, അവർക്ക് എങ്ങാനും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു ആപത്ത്, ഒരു കട്ടപ്പാട്, നഷ്ടം, പകർച്ചവ്യാധി, ഒരു ദുരന്തം, എന്ത് സംഭവിച്ചാലും ഒരു മുസീബത്ത് അവൻ നേരിട്ടാൽ പതറിപ്പോകൂല. അവൻ പറയും, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖാലൂർ പറയും, ഞങ്ങൾ അല്ലാഹുക്കുള്ളവരാണ്, ഏറിപ്പോയാൽ മരിക്കല്ലേ ചെയ്യുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. 2 ദിവസം മുമ്പ് പോയി എന്നല്ലാതെന്താ, 2 വർഷം മുമ്പ് പോയി എന്നല്ലാതെന്താ, ഏതായാലും പോകണം, ഏതായാലും അള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങണം. പക്ഷെ നേരത്തെ ആയി എന്നല്ലാതെന്താ, ഞങ്ങൾക്ക് പേടിയില്ല, ആത്മവിശ്വാസം. മരണം മുമ്പിൽ കണ്ടാലും ഒരു നല്ല നാളെ ഉണ്ടാകുമെന്നുള്ള കോൺഫിഡൻസ്, അതവർ നയിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അത്തരം ആൾക്കാരുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഉണ്ടാകുമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അവിടെയും പ്രതീക്ഷ, പേടിക്കണ്ട, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. ശുഭപ്രതീക്ഷ കൊടുക്കുകയാണ്. യാ അബാന, ഞങ്ങളുടെ ഉപ്പ, ഇന്നാ ദഹബ്നാ നസ്തബിഖു, ഞങ്ങൾ മുൻകടക്കാൻ വേണ്ടി ഓടിക്കളിക്കുകയായിരുന്നു. ആ സമയത്ത് വതറക്നാ യൂസുഫ ഇൻദ മതാഇന, യൂസുഫിനെ ഞങ്ങളുടെ വസ്തുക്കളൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയായിരുന്നു. ആ സമയത്ത് ഫഅകലഹു ദിബു, ചെന്നായ അവനെ പിടിച്ച് തിന്നുപ്പ. ഇയാളാണെങ്കിൽ വയസ്സായി, കണ്ണുമില്ല, അങ്ങനെ ഇരിക്കുന്നൊരു പ്രായത്തിൽ അത് വന്ന് പറയുന്നത്, നല്ല മക്കൾ വന്നിട്ട്, വമാ അൻത ബിമുഅ്മിനിൻ, ഞങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമല്ല, മറ്റു മക്കൾ പറയാ, ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമല്ല, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. വമാ അൻത ബിമുഅ്മിനിൻ ലനാ വകുന്നാ സ്വാദിഖീൻ, വാസ്തവത്തിൽ ഞങ്ങൾ സത്യം പറയുന്നവരാ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ സത്യം പറയുന്നവരാണ്. ഇനി തെളിവ് വേണോ? വജാഉ അലാ ഖമീസിഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ പുരട്ടിക്കൊണ്ടവർ കൊണ്ടുവന്നു ബിദമിൻ കദിബിൻ, കള്ളച്ചോര, ആടിനെ അറുത്ത് ആ ചോര യൂസുഫ് നബിയുടെ കുപ്പായത്തിലാക്കിയിട്ട് കള്ളച്ചോരയുമായി ഉപ്പാനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വരിക.
അദ്ദേഹം എല്ലാം കേട്ടു. പ്രതീക്ഷയാണ് മനസ്സിൽ, പ്രത്യാശയാണ്, പതറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ബൽ സവ്വലത്തിലക്കും ലി അംഫുസക്കും അമ്രൻ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കൊരു കാര്യം നല്ലതാക്കി തോന്നിപ്പിച്ചു, അത് നിങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയൊരു സംഗതി നിങ്ങൾ ചെയ്തു. നിങ്ങൾ എന്തൊക്കെയോ എന്നോട് വന്ന് പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? ഫസബുറുൻ ജമീൽ, അഴകാർന്ന ക്ഷമ, ഞാൻ ക്ഷമിക്കും. സബുറുൻ ജമീൽ, ഞാൻ നിരാശപ്പെട്ടു പോകൂല. നല്ല അഴകുള്ള ക്ഷമ, ഞാൻ ക്ഷമിക്കും. വെറുതെ ഇരിക്കൂല കേട്ടോ, വെറുതെ ഇരിക്കൂല. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ വിവരിക്കപ്പെടുന്ന ഈ സംഗതികൾ, നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളുടെ എല്ലാ വിഷയത്തിലും സഹായം തേടാൻ എനിക്ക് അല്ലാഹുണ്ടോ. വല്ലാഹുൽ മുസ്തആൻ, സഹായം അപേക്ഷിക്കപ്പെടുന്നവനായിട്ട് അള്ളാഹു കൊണ്ട് ഞാൻ അവനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കും. അവനോട് സഹായം തേടിയാൽ ഞാൻ ഇച്ഛാഭംഗപ്പെട്ടു പോകും, ഞാൻ നിരാശനാകുമെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ സഹായതേട്ടത്തിൻ്റെ ഉത്തരം കണ്ടില്ലേ? മകൻ വലിയ കൊട്ടാരത്തിൽ അറിയപ്പെടുന്ന, എന്തൊക്കെ അവിടേക്ക് ഉപ്പ വരുന്ന രംഗമൊക്കെ ഉണ്ട്. പറഞ്ഞാൽ നമുക്ക് യൂസുഫ് നബിയുടെ കഥയാവും നമ്മുടെ ക്ലാസ്. അവിടെ പതറിയില്ല. വയസ്സുകാലത്ത് മൂത്ത മക്കൾ ചെയ്ത കൊടിയ അക്രമം, അത് കണ്ടിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്, ഭംഗിയുള്ള ക്ഷമ. പക്ഷെ എൻ്റെ അടുത്ത് വേറൊരു ആയുധമുണ്ട്, അള്ളാഹുവിനോടുള്ള സഹായതേട്ടം. മുസ്തആൻ അള്ളയെന്നാ പറഞ്ഞേ, സഹായം തേടപ്പെടുന്നവൻ അള്ളയാണ്, അവനോട് ഞാൻ സഹായം തേടും. അതിൻ്റെ ഉത്തരവും കിട്ടിയില്ലേ സഹോദരങ്ങളെ? ഇതാണ് പ്രതീക്ഷ, പ്രത്യാശ. എന്തു പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള മനസ്സ് നേടിയെടുക്കലാ നോമ്പ് എന്ന് പറഞ്ഞാൽ. നല്ല ക്ഷീണം ഉണ്ടാവും, പിടിച്ചു നിൽക്കുക, വരും പോലെ വരും. അങ്ങനെ ഒരു മാസം നമ്മൾ കൊണ്ടുപോകുക. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് ഇനി ഒരിക്കലും കുട്ടികളുണ്ടാവില്ല, ഇയാൾക്ക് ഒരു പ്രതീക്ഷയില്ലാന്ന് തോന്നിപ്പോകും നമുക്ക്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനാദാ റബ്ബഹും, അദ്ദേഹം തൻ്റെ റബ്ബിനോട് വിളിച്ചു തേടിയ സന്ദർഭം ഓർക്കുക. എങ്ങനെയാ തേടിയത്? ഇതിനാദാ റബ്ബഹു നിദാ ഖഫിയ, മെല്ലെ, വലിയ ഒച്ചട്ടിട്ടൊന്നുമല്ല, മെല്ലെ പഠിച്ചവനോട് അദ്ദേഹം പറയാണ്. എന്താ ഖാല, അദ്ദേഹം പറയാ, റബ്ബി, എൻ്റെ റബ്ബേ, വഹനൽ അളമു മിന്നി, എൻ്റെ എല്ലൊക്കെ പറ്റ ബലക്ഷയം ബാധിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലിനൊന്നും ഒരു ശക്തിയുമില്ലാക്കെ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ബലക്ഷയം ബാധിച്ചിട്ടുണ്ട്. വയസ്സായിട്ടേ എല്ലിനൊന്നും ശക്തിയില്ല. ഒരു മക്കളുടെ ആണെങ്കിൽ എല്ലിന് കുറച്ച് ശക്തി വേണ്ടേ? അതില്ല. വസ്തഅല റഉസു ഷൈബ, എൻ്റെ മുടിയാണെങ്കിൽ എല്ലാം നരച്ചു വെട്ടിത്തിളങ്ങാൻ തുടങ്ങി, നരക്കാത്തൊരു രോമൻ്റെ ശരീരത്തിലില്ല. അത്രയും വയസ്സെനിക്കായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിരാശനല്ല കേട്ടോ. നിന്നോടൊരു കാര്യം ചോദിച്ചാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞാൻ എനിക്കുള്ളത്, നിരാശ എനിക്കില്ല. വലം അകുൻ ബിദുആഇക റബ്ബി ഷഖിയ, നിന്നോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ ദൗർഭാഗ്യവാനല്ല, ഞാൻ മാനം കെട്ടോനല്ല, എനിക്ക് പ്രതീക്ഷയുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, എണീക്കാൻ വയ്യാതെ ആയിണെങ്കിലും, മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിലും പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് പഠിച്ചോനെ, വൈന്ദി ഹിഫ്തുൽ മവാലിയ, എനിക്ക് മക്കൾ പിന്തുടർച്ചക്കാർ, എൻ്റെ പിൻഗാമികൾ ഉണ്ടാകുന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. എനിക്ക് ആരുമില്ല മക്കൾ, എനിക്കാണ് ഈ വയസ്സായി ചെയ്ത്. എൻ്റെ ഭാര്യയാണെങ്കിലോ വക്കാലത്ത് ഇമ്രാത്തി ആഖിറൻ, എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, മച്ചിപ്പെണ്ണ, പെറുമില്ല. ഇനി എന്താ ബാക്കിയുള്ളത്? എൻ്റെ എല്ലിന് ബനല്ല, എൻ്റെ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളാണെങ്കിലോ മച്ചിപ്പെണ്ണാണ്, എനിക്കാണെങ്കിലോ മക്കളില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടൂല. അതെനിക്ക് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. നീ വിചാരിച്ചാൽ എന്നൊന്നും പണിയില്ല. അതുകൊണ്ട് ഫഹബിലിമില്ലതുക വലിയ, നിന്റെ പക്കൽ നിന്ന് എനിക്കൊരു വലിയനെ, ഒരു പിന്തുടർച്ചക്കാരനെ, ഒരു സന്താനത്തെ നീ നൽകണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹു സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ സന്താനത്തിനെ കൊടുത്ത്. അള്ളാഹു വിചാരിച്ച ഇതൊന്നും ഒരു പണിയല്ല, മനസ്സിലായോ? അള്ളാഹു വിചാരിച്ചാൽ ഇതൊന്നും ഒരു സംഗതിയല്ല. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. എപ്പോഴും പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷ കൈവിട്ടാൽ പിന്നെ നിരാശാവില്ല. നിരാശ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൽ നിന്നാണ്. അത് മനുഷ്യനെ വല്ലാതെ ചിലപ്പോൾ പേടിച്ചിട്ടൊക്കെ ഒത്തു നിൽക്കും.
ഇപ്പോൾ തൽക്കാലം രക്ഷയില്ല. ഇപ്പോൾ ജീവിക്കണമെങ്കിൽ തൽക്കാലം അങ്ങനെയൊക്കെ മാർഗമുള്ളൂ. ഈ തൽക്കാലമാണ്, അത് കാലാകാലമല്ല. തൽക്കാലം എന്ന് പറഞ്ഞാൽ ഒരു ഹ്രസ്വകാലാണ്. അന്ന് എല്ലാവരും സന്തോഷം പിടിച്ചു പറ്റാൻ വേണ്ടി പാകളുള്ളടുത്ത് നിന്നാൽ ഒരു നീണ്ട കാലം അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എത്ര വയസ്സായിട്ടും സക്കരിയ നബിക്ക് നിരാശ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം. സഹോദരൻ, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിമാരുടെ ഓരോ സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആരായിരുന്നു? അത്ര വലിയ ധനാഢ്യൻ വേറെ ഇല്ല. ഭയങ്കര പണക്കാരൻ, ഭയങ്കര അധികാരി. അധികാരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഒരു രാജാവിനെ പോലെ മൂപ്പരിങ്ങനെ വാഴുകയല്ലേ. സ്വത്താണെങ്കിൽ ഇഷ്ടം പോലെ സ്വത്ത് എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു, ഭയഭക്തനായിരുന്നു, പണക്കാരനായിരുന്നു, നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. നല്ല കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റേതായ ഒരു കുലീനത ഉണ്ടാവും. എന്തായാലും നല്ല തറവാട്ടുള്ള മനുഷ്യന്മാരെ അടുത്ത് ഒരുപാട് സൽഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്തവൻ്റെ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. തറവാടത്തല്ലാത്തവന് ഓൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും ആ ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അദ്ദേഹം നല്ല കുടുംബത്തിൽപ്പെട്ട ആളുമാണ്. സന്താനങ്ങളോ 7 ആൺകുട്ടികളുണ്ട്. 7 ആൺകുട്ടികൾ അദ്ദേഹത്തിന്. അത് നല്ലൊരു കിട്ടല ദുനിയാവിൽ. 7 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 പെൺകുട്ടികളും 10 ആൾക്കാർ. 10 എന്നൊക്കെ കേട്ടപ്പോൾ വലിയ ബേജാറല്ലായിരിക്കും. 10 ഒന്ന് ഇരുത്തും നമ്മളെ. ഇത്ര മക്കളുണ്ട്, 10 മക്കൾ. 10 എന്തോ ഒരു തെറ്റ് ചെയ്ത മാതിരി. എന്താ അവൻ്റെ വാപ്പയാ തിന്നാൻ കൊടുക്കണത്? അള്ളല്ലേ തിന്നാൻ കൊടുക്കണത്? എന്നിട്ടിപ്പം പേടിപ്പിക്കുക നമ്മളെ. 10 കുട്ടികളോ ഒക്കെ നിർത്തിച്ചു. 2 ആകുമ്പോഴത്തേന് ഇനി വേണ്ട മൂന്നാമത്തത്. എല്ലാ പെണ്ണുങ്ങളും പ്രസവം നിർത്തി. എല്ലാത്തിനും രോഗ. ഒറ്റ വണ്ണാപ്പോ പെണ്ണുങ്ങൾ ആകെ നാശമായി. പേടിയാ. ഹൈറും ഷെറും അവനവൻ തീരുമാനിക്കുകയാണേ. ഹൈറും ഷെറും അള്ളാഹിൻ്റെ പക്കൽ നിന്നാണ് മുസൽമാൻ്റെ വിശ്വാസം. ഇപ്പോൾ അതൊക്കെ അവനാൻ്റെ അടുത്ത് തന്നെയാണ്. പടച്ചോനോട് പറഞ്ഞാൽ മതി. 5-8 കുട്ടികളുണ്ടായി എങ്ങനെ തിന്നാൻ കൊടുക്കുക, എങ്ങനെയാ പഠിപ്പിക്കുക? നീ ബേജാറാണ്ടോ? അള്ള പറയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ എന്ന് അള്ള പറഞ്ഞ അവിടെ നിൽക്കാൻ കഴിയും. നിങ്ങളെ മക്കളെ നിങ്ങൾ ദാരിദ്ര്യം ഭയന്നും കൊണ്ട് കൊല്ലരുത്. കൊല്ലാറെ പറ്റേൻ്റെ ശേഷം കൊല്ലി പിടിച്ചും പുരുണ്ടലല്ല. അത് ഉണ്ടാകാതൊക്കെയുള്ള സംവിധാനം ഉണ്ട് ഇപ്പോൾ. അതൊക്കെ അതിൽ പെടും. പണ്ട് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പ്രസവിച്ചതിന് ശേഷം കൊല്ലല. ഇപ്പോൾ ഉണ്ടാവാതൊക്കെയുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് പ്രസവിക്കാനും ഭൂമി ഒന്ന് കണ്ടു മരിക്കാനും സംഭവിക്കണില്ല. മറ്റേ കുട്ടികൾക്ക് അബൂജാഹിലിൻ്റെ കാലത്തൊക്കെ ഉള്ള കുട്ടികൾക്ക് ദുനിയാവ് ഒന്ന് കണ്ടു മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണാനും ഭാഗ്യമല്ല. നിങ്ങളെന്തിനാണോ പേടിക്കുന്നത്? നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും തിന്നാൻ തരുന്നത് ഞാനാണ് എന്നല്ല. അവിടെ നിൽക്കണം. പടച്ചവൻ പറഞ്ഞാൽ പിന്നെ ഒരു സംശയം. അള്ളാഹ് പറഞ്ഞാൽ മതി. നമ്മളതുകൊണ്ട് കുടുങ്ങുക. ഇവൻ്റെ ഈമാൻ ശരിയായിട്ടില്ലാന്ന്. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും തിന്നാൻ തരുന്നത് ഞാൻ റിസ്ക് തരുന്നത്. അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹീനമായ തെറ്റാണ്, കുറ്റമാണ്. എത്ര ആൾക്കാർ കേട്ട് ഈ ആയത്ത് ഖുർആനിലില്ലേ? എന്താ അതിൻ്റെ എതിരിലൊരു പോരാട്ടം നടത്താത്തതാരും? കുടുംബാസൂത്രണത്തിനെതിരിൽ ഖുർആനിൻ്റെ നസ്സാണല്ലത്. അതിലേക്ക് എന്തുകൊണ്ട് ജനങ്ങളെ കൊണ്ടുവരുന്നില്ല? എത്രയോ സംഗതികൾ ഒരു പ്രശ്നമല്ലാതായി മാറി ഇസ്ലാമിൽ. ആരും സംബന്ധമായി പറയാനുമില്ല. അതൊന്നും വലിയൊരു വിഷയവുമല്ല. വിഷയമല്ലാത്തതൊക്കെ വിഷയമാണെന്ന് ഈ രൂപത്തിലാണ്. ഒരു തരം തലതിരിഞ്ഞ ഒരു കാലം. ആരോട് പറയും സങ്കടം? റബ്ബ് തീരുമാനിക്കാന്നല്ലാതെ, അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കാന്നല്ലാതെ, സബ്റുൻ ജമീൽ, അഴകാർന്ന ക്ഷമ, ക്ഷമിക്കല്ലാതെ എന്ത് ചെയ്യും നമ്മൾ? സഹോദരങ്ങൾ, അയ്യൂബ് നബിക്ക് 7 പുത്രന്മാര്, 3 പുത്രിമാര്, 7000 ആട്. വലിയ സ്വത്താണത്. 7000 ആട് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 7000 കാറ് എന്ന് പറഞ്ഞ മാതിരിയാണത്. അന്ന് കാറൊന്നുമില്ലല്ലോ. 7000 ആടുകളുണ്ട്, 3000 ഒട്ടകങ്ങളുണ്ട്. ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോറിനേക്കാളൊക്കെ വലിയ വിലയാണ്. ലോറി, ബസ്, ഇതൊക്കെ അയാളുടെ ആസ്തിയാണ്, സ്വത്താണത്. പിന്നെ 1000 കാളകൾ.
അതിൻ്റെ സ്വത്ത് വിവരിക്കുകയാണ്. 500 കഴുതകൾ. ഈ കഴുതകൾ എന്തിനാ? അദ്ദേഹത്തിൻ്റെ സാമാനങ്ങൾ, പിന്നെ വസ്തുക്കൾ വഹിക്കാനാ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിങ്ങിന് കൊണ്ടെടുക്കാൻ 500 കഴുതകൾ, അനേകം കൂലിക്കാർ. അദ്ദേഹത്തിൻ്റെ കൂലിക്കാർ എത്ര ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മാത്രം കൂലിക്കാരുണ്ട്, എല്ലാ ജോലിക്കും ആൾക്കാരല്ലേ. അപ്പം അദ്ദേഹം ആരാ? വലിയ ധനാഢ്യനാണ്, വലിയ അധികാരിയുമാണ് അദ്ദേഹം. സഹോദരങ്ങളെ, ആപത്തുക്കൾ കൂട്ടത്തോടെ ഒന്നിനു പിറകെ ഒന്നായും കൊണ്ട് അദ്ദേഹത്തെ പിടികൂടാനും അദ്ദേഹത്തിൻ്റെ ഈമാൻ എത്രയുണ്ട് എന്നൊന്ന് പരീക്ഷിക്കാനും റബ്ബ് തീരുമാനിച്ചു. മനസ്സിലായോ? കാലത്തിൽ അറാബ് ആമന്ന, അപരിഷ്കൃതരായ അറബികൾ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ്. മുഹമ്മദ് നബിൻ്റെ അടുത്ത് ചെന്നാൽ നല്ല സഹായം കിട്ടുന്നുണ്ട് എന്ന് കേട്ട് അസദ് ഗോത്രത്തിലെ ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കൂടി മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച ഒരു സംഘം ആൾക്കാർ നബിൻ്റെ അടുത്ത് വന്നു. അവർ വിചാരിച്ചത് ഇസ്ലാമിൻ്റെ വേഷവും ഇസ്ലാമിൻ്റെ പേരും ഒക്കെ ആയിട്ടാണ് ചെന്നാൽ റസൂലുള്ള ഭാരി കോരി കൊടുക്കുന്ന. മനസ്സിലായോ? കാലത്തിൽ അറാബു ആമന്ന, അപരിഷ്കൃതരായ അറബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ള പറഞ്ഞു അതടക്കട്ടെ, അത് പറയാൻ അവിടെ നിൽക്കട്ടെ. വലാക്കിന് കൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി, മുഅ്മിനീങ്ങളായി എന്ന് പറയാനായിട്ടില്ല. ഈ നേരം വരെ ഈമാൻ നിങ്ങളുടെ മനസ്സിൽ കടന്നിട്ടേ ഇല്ല. അത് അള്ളാഹ്ക്ക് മനസ്സറിയാലോ, അള്ളാഹ് കൽബറിയണോനാണല്ലോ, നമുക്കത് അറിയില്ലല്ലോ. അതല്ല ഇപ്പോൾ ബുദ്ധിമുട്ട്. മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞോളി. മുസ്ലിങ്ങളായി എന്ന് പറയാൻ ഇസ്ലാമിൻ്റെ വേഷം, ഇസ്ലാമിൻ്റെ നാമം, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ ഒക്കെ ചെയ്താൽ മതി. പള്ളിയിലൊക്കെ വന്ന് നിസ്കരിച്ചൊക്കെ പോകുന്നുണ്ടാവും, മുസ്ലിമാണ്. മുഅ്മിനാന്ന് പറയണമെങ്കിൽ ഈ സാധനം ഇവിടെ കയറണം, അത് ഇതുവരെ കയറിയിട്ടില്ല. വലാക്കിൻ ഖൂലു അസ്ലംന, മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളി, മുഅ്മിനീങ്ങളായി എന്ന് പറയാനായിട്ടില്ല. എന്ത് മനസ്സിലായി? എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളല്ല, എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം ആയതുകൊണ്ട് ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ എന്നുള്ള. വലാക്കിൻ ഖൂലു അസ്ലംന, മുസ്ലിങ്ങളായിട്ട് പറഞ്ഞോളി. അപ്പോൾ ഇവർ മുസ്ലിങ്ങളായിട്ടാണോ അതല്ല മുഅ്മിനീങ്ങളായിട്ടുണ്ടോ അല്ലേ എന്ന് അള്ളാഹ് പരീക്ഷിക്കും. ആ പരീക്ഷണം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആല തീരുമാനിച്ചു. എന്തൊക്കെ ദുരന്തങ്ങളാ സഹോദരങ്ങളെ കൊടുത്തത്, എന്തൊക്കെ ദുരന്തങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്. ഈ സ്വത്തുക്കളൊക്കെ ഉള്ള ആള് ആപത്തുകൾ ഓരോന്നോരോന്നായി കൂട്ടത്തോടെ വന്നു. അദ്ദേഹത്തിൻ്റെ കാലികളെ മുഴുവൻ കൊള്ളസംഘം കൊള്ളയടിച്ചു. കാലികളെ മുഴുവൻ, നാൽക്കാലികളെയൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ആടുകളെയും പശുക്കളെയും ഒട്ടകങ്ങളെയും ഒക്കെ കൊള്ളസംഘം വന്ന് തട്ടിയെടുത്തുകൊണ്ടുപോയി. ആദ്യം സാമ്പത്തികമായി തകർക്കുക ചെയ്തത്. സാമ്പത്തികമായ തകർച്ച ഭയങ്കരമാണല്ലോ, തകർത്തു. പിന്നെ അദ്ദേഹത്തിനുണ്ടായ കൂലിക്കാരാണ്. ആ കൂലിക്കാരെ മുഴുവൻ വന്നിട്ട് ആരോ കൊന്നു കളഞ്ഞു. ഏതോ കൊള്ളസംഘം ഗുണ്ടാസംഘം വന്നിട്ട് അവരൊക്കെ കൊന്നു. അപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ ശക്തി ക്ഷയിച്ചു, സാമ്പത്തികം ഇല്ലാതായി. അദ്ദേഹം പതറിയില്ല. അദ്ദേഹം ഇതൊക്കെ അള്ളാഹിൻ്റെ പക്കൽ നിന്ന് കിട്ടിയതാണ്, അള്ള തന്നത് അവനെടുത്തു. അതാണ് മുസൽമാൻ്റെ പ്രത്യേകത. അള്ള തന്നത് അള്ള എടുത്തു, എൻ്റേതല്ലല്ലോ, അവൻ തന്നതല്ലേ, അത് അവനെടുത്തു. എന്തോ ഒരു സുഖാണ് മനസ്സിന്. സഹോദരങ്ങളെ, എന്നിട്ടോ കൂലിക്കാർ കൊല്ലപ്പെട്ടു. മക്കളാണെങ്കിലോ മക്കൾ ഓരോന്നോരോന്നായി മരണപ്പെട്ടു. മക്കളൊക്കെ മരിച്ചു തീർന്നു. ഇദ്ദേഹം ബാക്കി. അവിടെ അദ്ദേഹം പതറിയില്ല. അള്ളാഹു എൻ്റെ കയ്യിൽ പിടിക്കാൻ തന്ന മക്കളാണ്, ഒരു പണയ വസ്തുവാണത്, അത് കഴിഞ്ഞു, അവൻ കൊണ്ടോട്ടെ, അല്ലാതെന്താ. സഹോദരങ്ങളെ, അദ്ദേഹം പ്രതീക്ഷ കൈവെടിഞ്ഞില്ല, നിരാശ അദ്ദേഹത്തിന് പിടികൂടിയില്ല. അദ്ദേഹം ത്യാഗത്തിന് സന്നദ്ധനായി. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് മുമ്പിൽ എന്തോ ത്യാഗം സഹിക്കാനും ഞാൻ റെഡിയാന്ന് തെളിയിച്ചു. എന്നിട്ടോ സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞു, സ്വത്തും പോയി, സന്താനങ്ങളും പോയി, പിന്നെന്തു പോയി? എല്ലാം പോയി. അദ്ദേഹത്തിൻ്റെ ആൾബലം അതും പോയി, തൊഴിലാളികളും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അസുഖം ഇങ്ങനെ വരിക. ആ അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് അതുണ്ടോ, എന്താണ് അതിൻ്റെ പേര് നമുക്കറിയില്ല. വളരെ മോശപ്പെട്ടൊരു രോഗമാണത്. സന്ധികളൊക്കെ ഇങ്ങനെ പഴുത്ത് പുഴുത്ത് ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു രോഗം. എന്നതുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ഒരു വാസന ഇവിടെ ഉണ്ടെങ്കിൽ അതിലൊന്നും ആർക്കും പോകാൻ പറ്റില്ല, അത്ര ദുർഗന്ധം. ഒരാളും ആ രോഗിനെ നോക്കാൻ തന്നെ പോകില്ല. ഭയങ്കര പരീക്ഷണമല്ലേ അള്ളാൻ്റെ.
എല്ലാ സന്ധികളും ജീർണിച്ച് പഴുത്ത് പുഴുത്ത് ഒരു തരം ദ്രാവകലിക്കുക. അതിൻ്റെ വാസന കേട്ടാൽ അങ്ങോട്ട് ആരും ചെല്ലൂല. എന്തൊരു പരീക്ഷണ! എല്ലാ നിലക്കും നല്ല നിലക്ക് ജീവിച്ച കഴിച്ചു കൂട്ടിയൊരു മനുഷ്യനെ അല്ല പരീക്ഷിക്കുക. അദ്ദേഹം കുടുങ്ങി. ഈ വാസന സഹിക്കാൻ പറ്റാതെ കൂട്ടുകാരൊക്കെ പോയി. അതുവരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് ശാപ്പാടടിച്ചിരുന്ന ആൾക്കാരൊക്കെ പോയി. പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഒപ്പം ഇങ്ങനെ നടക്കാൻ റാമൂലിയായിട്ട്. ഈ സൊക്കട് വന്നപ്പോൾ എല്ലാവരും തടിയെടുത്ത് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, സ്വത്തുമില്ല. പിന്നെ അവസാനം ഭാര്യ ഉണ്ടായിരുന്നു. കുടുംബക്കാരൊക്കെ പോയി, നാട്ടുകാർ പോയി. അവസാനം ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യമാർ അങ്ങനെ ഒന്നും വിട്ടുപോലല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഇവക്കും അടുത്ത് ഭാര്യ ഒഴിവാക്കി പോയി. സുബ്ഹാനല്ലാഹ്, ആരുമില്ല. ഖുർആന കഥ പറയാം. ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ, സമ്പത്തില്ല, ആൾബലമില്ല, കുടുംബശക്തിയില്ല, ഭാര്യ പോലുമില്ല, കൊടിയ വേദന സഹിക്കുന്ന രോഗം. ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക്, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഇസ്രായേൽ വരുന്നതെന്ന് ഇങ്ങനെ നോക്കും. ഇനി വേറെ മാർഗമൊന്നുമില്ല. കാരണം ഒരു പ്രതീക്ഷയും നമുക്കുണ്ടാവില്ല. അയ്യൂബ് നബിക്ക് അപ്പോഴും പ്രതീക്ഷയാണ്. അതാ രസം. മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരു മനുഷ്യന് പ്രതീക്ഷ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് നാദാ റബ്ബഹു, അദ്ദേഹത്തിന് റബ്ബിനോട് വിളിച്ചു തേടിയ സന്ദർഭം ഓർക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞത്? റബ്ബേ അന്നി മസനിയമുറ്, എനിക്ക് കട്ടപ്പാട് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് എന്തിനാ അങ്ങനെ ഇടങ്ങാറാക്കണത്? വേറെ ആരെയും കിട്ടിയില്ലെന്നൊന്നല്ലേ ചോദിച്ചത്. അന്നി മസനിയമുറ്, എനിക്ക് പ്രയാസം എന്നെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ കട്ടപ്പാട് സഹിച്ചുകൊണ്ട് ജീവിക്കാണ് പടച്ചോനെ. ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അതൊക്കെ ശരിയാണ്, അതിലെനിക്ക് പ്രതിഷേധമല്ല, പ്രതികാരമല്ല, ഒന്നുമില്ല. എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയാണുള്ളത്. എനിക്കിപ്പോഴും പ്രതീക്ഷ. നീ വിചാരിച്ച അതിനൊന്നും ഒരു പണിയില്ല. അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീനായ തമ്പുരാനല്ലേ. നീ വിചാരിച്ചാൽ ഈ രോഗം മാറാൻ വല്ല പണിയുണ്ടോ? നീ വിചാരിച്ചാൽ എൻ്റെ കുടുംബം തിരിച്ചു വരാൻ വല്ല പേടിയുണ്ടോ? നീ വിചാരിച്ചാൽ എൻ്റെ ഭാര്യ വരാൻ വല്ല താമസമുണ്ടോ? നീ വിചാരിച്ചാൽ നഷ്ടപ്പെട്ടതായ കൂലിക്കാരെയും എൻ്റെ നാൽക്കാലികളെ തിരിച്ചിട്ടാൻ വലിയ പണിയുണ്ടോ? ഞാനിപ്പോഴും പ്രതീക്ഷയില്ല. അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീനായ തമ്പുരാനല്ലേ. നോക്കി നിങ്ങൾ. അപ്പോൾ അല്ലാഹു തആല പരീക്ഷണത്തിൽ വിജയിച്ചു. ഈമാൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇത് കാട്ടിക്കൂട്ടലല്ല, ജാടയല്ല, അടയാളങ്ങളല്ല, ഐഡന്റിറ്റി അല്ല എന്ന് അള്ളാഹ്ക്ക് മനസ്സിലായി. ഇത് ഇവിടെ നിന്നുള്ളതാണ്. ഉറപ്പായി സഹോദരങ്ങളെ, എല്ലാം ഓരോന്നോരോന്നായി അള്ളാഹു തആല തിരിച്ചു നൽകി. അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ സഹോദരങ്ങളെ? ഈ നിലയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതീക്ഷയാണ്. അപ്പം നമ്മൾ വൈകുന്നേരം അവിടെ ഒരു നോൽപോൽക്കാരന വലിയ സംഗതിയൊന്നുമല്ലല്ലോ. പിടിച്ചു നിൽക്കണം, ഒരു മാസം പിടിച്ചു നിൽക്കണം. അള്ള വിരോധിച്ച സംഗതി പിടിച്ചു നിൽക്കാൻ കഴിയണം. എന്നാലും പൊട്ടിപ്പോവും, അള്ള പുറത്തും തരും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി ഇവരെ എങ്ങനെയും നരകത്തിലിടാൻ നടക്കുമെന്നല്ല അള്ള. മനസ്സിലായോ? അപ്പോൾ ആ നിലയ്ക്ക് എല്ലാം തിരിച്ചു കൊടുത്തു. ഒന്ന് നിർത്താൻ വയ്യാറുണ്ട് കുറച്ചുകൂടി. പിന്നെ വേറൊരു സംഭവം, നമ്മൾ ഉഹദ് യുദ്ധത്തിന് ഇങ്ങനെ പോവുക. ആര്? റസൂലും സഹാബത്തൊക്കെ. ഉഹദ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കയറി വന്ന ആൾക്കാരുണ്ട്. അത് തൂക്കം നോക്കിയിട്ട് വരുന്ന ആൾക്കാരാണ്. എവിടെ നല്ല വെച്ചാൽ അവിടേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഇസ്ലാമൊക്കെ കൊണ്ട് വന്ന് ഇവരെ കൂടി നമ്മൾ യുദ്ധത്തിന് പോകുക എന്നൊക്കെ പറഞ്ഞ് വലിയ ഊക്കിലാ പോക്ക്. വഴിയിലെത്തിയപ്പോൾ ഇവർ പേടിച്ച് ഈമാൻ ശരിയായിട്ടില്ല, അവർ തിരിച്ചു പോന്നു. ഒരു ശക്തിയായിട്ട് പോകുന്ന ആളിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ പിൻവാങ്ങുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരിക്കും. നമ്മൾ തല്ലാൻ പോകുക 10 ആൾ, വഴിയിൽ നിന്ന് 5 ആളും തിരിഞ്ഞു പോന്നാൽ പിന്നെ നമുക്ക് തല്ലാൻ കഴിയില്ല, നമ്മൾ ഉഷിറ് പോകും. ഇത് വല്ലാത്തൊരു നിരാശ ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത് പോരുന്നത് കണ്ട് വേറെ കുറേ ആൾക്കാർ അള്ളി റസൂൽ നമ്മളെ ചതിച്ചു. മനസ്സിലായോ? മാ വഅദനല്ലാഹു റസൂലുഹു ഇല്ലാ ഗുറൂറ. അള്ളി റസൂൽ നമ്മളോട് വഞ്ചനയല്ലാതെ മറ്റൊന്നും വാഗ്ദത്തം ചെയ്തിട്ടില്ല. മുസ്ലിങ്ങളെ ഇക്കോളി, മുഅ്മിനീങ്ങളെ ഇക്കോളി, നിങ്ങളെ നോക്കിക്കോളാന്നൊക്കെ അള്ളി റസൂലും പറഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ആരുമില്ല, നമ്മൾ കുടുങ്ങി. അങ്ങനെ അള്ളാഹ് അങ്ങനെ പരീക്ഷിക്കുക ഈ സമയത്ത്. അപ്പോഴാണ്
ഈ ആൾക്കാർ റസൂലുള്ളാഹിന്റെ ചുറ്റും മതിൽ കെട്ടിയിട്ട് മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒമാ മുഹമ്മദിൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂൽ അല്ലാതെ വേറെ ആരുമല്ല. മുമ്പ് നബിമാർ വന്നിട്ടുണ്ട്, അവർ മരിക്കുക കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും സംഭവിച്ചാൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഇങ്ങോട്ട് വരികയാണ്, നബി മരിച്ചിട്ടില്ല. ഒരു കൂട്ടം ആൾക്കാർ മതിൽ കുത്തുക റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്ത്. മനസ്സിലായോ? ഒരു കൂട്ടം ആൾക്കാർ എന്താ ചെയ്യണത്? ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കൂല, ഞങ്ങൾക്ക് ആത്മവീര്യം കൂടുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ. മനസ്സിലായോ? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അല്ലദീന ഒരു കൂട്ടം ആൾക്കാർ ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ വന്നിട്ട് പറയാ അവരോട്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങൾ ഒന്നായിട്ട് നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഇതിന് രക്ഷല്ല മരിക്കല്ലാതെ. പേടിപ്പിക്കാണ് ബാക്കിയുള്ള ആൾക്കാരെ. ഫഖ്ശൗഹും, അവരെ പേടിച്ചോളിയും. വഖാലു, അവർ പറഞ്ഞു, ഇതിനേക്കാളും വലിയത് കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതിയടോ, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമൻ. നിങ്ങളെ പേടിപ്പിക്കണമെന്ന് ഞങ്ങൾ പേടിപ്പിക്കില്ല. അപ്പം നിർണായക ഘട്ടത്തിൽ അല്ലാഹ് നമ്മളെന്ന് പരീക്ഷിക്കും. കുടുങ്ങി നിൽക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു വിധം പാകമുള്ള ഈമാൻകാരൊക്കെ ആടുകൊണ്ടും ചാഞ്ഞു പോകും. അവിടെ ഈമാൻ വർദ്ധിക്കണം. അതിനൊക്കെ ട്രെയിനിങ് ആയി നോമ്പ് എന്ന് പറഞ്ഞത്. ഇത് കേട്ട് അഭ്യസിച്ചാൽ പിന്നെ നമുക്ക് ഒരാളെയും പേടിയില്ല, അള്ളാനല്ലാതെ. അള്ളാനെ പേടിയിരിക്കും നമുക്ക്, വേറെ ആരും നമുക്ക് പേടി ഉണ്ടാവില്ല. വരുന്നോടത്ത് വെച്ച് കാണാൻ നോക്കും. അതല്ലേ ആ ഈമാൻ്റെ മുമ്പിൽ മറ്റൊരു പതറിയും പോകും. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഏറ്റവും വലിയ തന്ത്രജ്ഞൻ അള്ളാഹു ആണല്ലോ എന്ന ആ ചിന്ത അവനെ പിടിച്ചു നിർത്തും. അവരെന്തൊക്കെ പറഞ്ഞാലും അവർ ചെയ്ത അഅ്മാലു സ്വാലിഹാത്തുകൾ എൻ്റെ പറ്റിലേക്ക് എഴുതാനുള്ളതാണല്ലോ നാളെ. എന്തൊരു സമാധാനമാണത്. നമ്മളെ കുറേ ആൾക്കാർ കുറ്റം പറയാം, നമ്മളെ ആക്ഷേപിക്കുക. എന്നാൽ നേരിട്ട് വല്ലതിനും സാക്ഷിയാണോ? അല്ല. ആൾക്കാർ പറഞ്ഞേ കേട്ട് 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 അങ്ങനെ ഒരു ഇതൊന്നൊരു ദൈവത്തിൻ്റെ മീമത്വം എന്ന് അല്ല എന്ന് തോന്നുന്ന ആൾക്കാർ. ഇതൊക്കെ ഒരു രസമാണ്, ഒരു തമാശ എന്നുള്ളവർക്ക്. പക്ഷെ അപ്പൊ നമുക്കുണ്ടാണ് സമാശ്വാസം എന്തായിരിക്കണം? അവന്റെ അഅ്മാലു സ്വാലിഹാത്തുകൾ നാളെ കണക്ക് പറഞ്ഞ് ചോദിച്ച് വാങ്ങുന്നൊരു ദിവസം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അവന്റെ അഅ്മാലു സ്വാലിഹാത്തുകൾ തീർന്നാൽ എൻ്റെ സയ്യിആത്തുകൾ അവൻ ഏറ്റെടുത്തുകൊണ്ടേണ്ട ദിവസം. അതൊക്കെ സമാധാനമല്ലേ? നമ്മളെ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ അഅ്മാലു സ്വാലിഹാത്തുകൾ നമുക്ക് നാളെ പരലോകത്ത് നിന്ന് അല്ലാഹ് വാങ്ങിത്തരും. പഠിച്ചോനെ, ഇയാൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തന്നെടാ അതേ പഠിച്ചോനെ, ഇതാ കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ല. നാട്ടിൽ ഞാൻ വലിയ വളവനും വലിയ പണക്കാരനായിരുന്നു, ഇപ്പം ഞാൻ ഫക്കീറ, ഒന്നും എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് രക്ഷപ്പെടില്ല. നീ ചെയ്ത അഅ്മാലു സ്വാലിഹാത്തുകൾ എടുത്തിങ്ങോട്ട് കൊടുത്താളാ, ആ അഅ്മാലു സ്വാലിഹാത്തുകൾ വരിക. അതൊക്കെ കൊടുത്ത് തീർന്ന് ഇതിൻ്റെ അടുത്ത് അഅ്മാലു സ്വാലിഹാത്ത് ഒന്നുമില്ല പഠിച്ചോനെ, എന്നാൽ അവൻ്റെ തെറ്റ് കുറച്ച് ഇങ്ങോട്ട് വാങ്ങിക്കോ, അവൻ്റെ ശിക്ഷ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട സംഗതി. ഇപ്പം നിർത്താം. മനസ്സിലായോ? അപ്പം നമുക്ക് എപ്പോഴും ഒരു പേടിയാണ്, ഒരു ഭീതിയാണ് നമ്മളെ നയിക്കേണ്ടത്. സമാധാനം തന്നെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒന്ന് കിട്ടാണ്ടല്ലോ എന്നുള്ള ആ സമാധാനം. ഹന്തക്ക് കണ്ടിട്ടാരെങ്കിലും ഹജ്ജിന് പോയവർ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുതരാൻ തന്നെ അറിയില്ല ഹന്തക്ക് എങ്ങനെയാണ്. ഞാൻ ഒരുപാട് തവണ ചോദിച്ചതാണ്, ഇങ്ങനെയായിരുന്നു ഒക്കെ പറയുന്നത്. ഏതായാലും ചുറ്റുഭാഗത്തും ഹന്തക്കാണ്, കിടങ്ങ. അതിൻ്റെ മധ്യത്തിലാണ് മുസ്ലിം സൈന്യം, ചുറ്റുഭാഗത്തും സത്യകക്ഷികൾ, എങ്ങോട്ടും പോകാൻ മാർഗമല്ല. കയ്യിലുള്ള വെള്ളവും പൊടിയും തീർന്നാൽ പട്ടിണി നടന്ന് മരിക്കുക, കീഴടങ്ങുക. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമാണ്. അള്ളാഹ് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരുവിധ ആൾക്കാരൊക്കെ തടി രക്ഷപ്പെടുത്തും. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ, ആ സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചു. വസുൽസിലു സിൽസാലൻ ഷദീദ, ഒന്ന് പിടിച്ച് കൂലിക്കാൻ തീരുമാനിച്ച അള്ളാഹ്, പേടിപ്പിക്കാൻ, ഈമാൻ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി. അതായത് കാട്ടിക്കൂട്ടലാണോ, ജാടയാണോ, ഒരു ഐഡന്റിറ്റി ആണോ അറിയണമല്ലോ. അപ്പോൾ ചുറ്റുഭാഗത്തും സഖ്യകക്ഷികൾ ഇരിക്കുമ്പോൾ നടുവിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വസുൽസിലു സിൽസാലൻ ഷദീദ. അപ്പോൾ ഇത് യഖൂലുൽ മുനാഫിഖൂൻ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, കപടവിശ്വാസികളും ഹൃദയത്തിൽ രോഗമുള്ളവരും, വിശ്വാസം രൂഢമൂലമായിട്ടില്ല, കുറച്ചൊക്കെ വിശ്വാസം. അങ്ങനത്തെ ആൾക്കാർ പറയാണ്, മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളി റസൂലും വഞ്ചനയല്ലാതെ മറ്റൊന്നും നമ്മളോട് വാഗ്ദത്തം ചെയ്തില്ല. നമ്മളെ ചതിച്ചു, മുസ്ലിങ്ങളായ മതിയോടെ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് നമ്മളപ്പോൾ കൊലക്ക് കൊടുക്കുകയാണ്. പേടിച്ചു പോയി എല്ലാവരും.
അതിലിടയിൽ കുറച്ച് ആൾക്കാർ വേറെ. അതാരാന്നറിയോ? പരീക്ഷയിൽ ജയിച്ച ആൾക്കാരാ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ജയിച്ച ആൾക്കാർ. അവരെന്താ പറഞ്ഞു? വലമ്മാർ അൽ മുഅ്മിനൂനൽ അഹ്സാബ, വലമ്മാർ അൽ മുഅ്മിനൂനൽ ഹസാബ. സഖ്യകക്ഷികളെ ചുറ്റുഭാഗത്തും വളഞ്ഞു നിൽക്കുന്നത് ആര് കണ്ടു? വിശ്വാസികളായ ആൾക്കാർ കണ്ടു. കാലു അവർ പറഞ്ഞു, ബാങ്ക് കൊടുക്കാനില്ലല്ലോ, കണ്ടിട്ടില്ലേ? അവർ പറഞ്ഞു ഹാദാമ വഅദനല്ലാഹു റസൂലുഹു, ഇത് അല്ലാഹു റസൂലും പറഞ്ഞത് തന്നെയാടോ. വസദഖല്ലാഹു റസൂലുഹു, അല്ലാഹു റസൂൽ സത്യാടോ പറഞ്ഞത്. വമസാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ, അവർക്ക് വിശ്വാസവും അർപ്പണബോധവും ശുഭപ്രതീക്ഷയും വർദ്ധിച്ചു എന്നല്ലാതെ ഇത്തിരി പോലും കുറഞ്ഞില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കണം. ശുഭാപ്തി വിശ്വാസം വേണം. എന്തു സംഭവിച്ചാലും നിരാശ ബാധിക്കാൻ പാടില്ല. അതിനുള്ള ട്രെയിനിങ് കൂടിയാണ് നോമ്പ്. ആ നിലക്ക് നോമ്പിനെ എല്ലാ നിലക്കും നമ്മൾ പിടിച്ച് നിർത്തിയിട്ട് ആ ശീലം ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. റമദാൻ കഴിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ ദുആകളിൽ വിനീതനായ പാവപ്പെട്ട സാധുവായ എന്നെക്കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.